പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെയും മാധ്യസ്ഥത്തിൽ ഈ പ്രാർത്ഥന പ്രതീക്ഷിച്ചുകൊണ്ട് ലോകം മുഴുവനും വിവിധ സ്ഥലങ്ങളിൽ ജാഗ്രതയോടെ ഇരിക്കുന്ന ഓരോ മകൻ്റെ മേലും മകളുടെ മേലും കർത്താവേ, നിന്റെ തിരുമുറുവാർന്ന വലതുകരം ആണിപ്പെടുതാന്ന അത്ഭുതകരം വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് യാത്ര ചെയ്യുന്ന മക്കൾ, കർത്താവ് ഇൻ്റർവ്യൂ ഉള്ള മക്കൾ, കർത്താവ് പരീക്ഷ എഴുതുന്ന മക്കൾ, അനേകം മക്കൾ ആശീർവാദം വാങ്ങിച്ച് പോയിട്ടുണ്ട് പരീക്ഷ എഴുതാൻ വേണ്ടി. അവരെല്ലാം കർത്താവെ ആശീർവദിക്കണം. പരീക്ഷാ സമയങ്ങളിൽ കർത്താവെ അങ്ങ് അവിടെ കൂടെ വസിച്ചുകൊണ്ട് അവർക്ക് ചിലർക്ക് പരീക്ഷ എഴുതുന്നതിന് പ്രയാസമുള്ളവരുണ്ട്, ചിലർക്ക് ഓർമ്മ കിട്ടത്തില്ല.
ഓർത്തെടുത്ത് കമ്പ്യൂട്ടറിൽ കറുപ്പിക്കാനോ വെളുപ്പിക്കാനോ പറ്റാത്തവരുണ്ട്, തീരുമാനം എടുക്കാൻ താമസം എടുക്കുന്നവരുണ്ട്. അവരെല്ലാവരെയും ഈശോയുടെ നാമത്തിൽ ഞാൻ ആശ്രയിക്കുന്നു. കുടുംബത്തിലെ പ്രത്യേക അവസ്ഥ കൊണ്ടും പിന്നെ ഹോസ്റ്റലിൽ അവിടെയൊക്കെ നിൽക്കുന്നവർ ഭക്ഷണമില്ലായ്മ കൊണ്ടും നല്ല ഭക്ഷണം കിട്ടാത്തത് കൊണ്ടും അവന് ഉറക്കമില്ലാത്തത് കൊണ്ടും വയറൊക്കെ മോശമായിരുന്നതുകൊണ്ടും പല ആൾക്കാർക്കും പലതരം ശാരീരികമായ പല അവശതകളും ഉള്ളതുകൊണ്ടും പല കാര്യങ്ങളെയും ബാധിക്കുകയും വേദനിക്കുകയും നിരാശപ്പെടുകയും സങ്കടപ്പെടുകയും എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാതെ ഒരാശ്വാസമില്ലാതെ പരക്കം പാകുകയും ചെയ്യുന്ന എല്ലാ മക്കളെയും ഞാൻ കൃപാസാൽത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥത്തിൽ നിന്നെ യേശുനാമത്തിൽ ആശ്രയിക്കുന്നു. ദൈവത്തിലെ നീ അനുഗ്രഹിക്കപ്പെട്ടവളാണ്, നീ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. നിൻ്റെ വഴികളിൽ നീ ഇന്ന് പോകുന്നിടത്തെല്ലാം കർത്താവ് നിന്നെ അനുഗ്രഹിക്കും. നിൻ്റെ വഴികളിൽ നീ ഇന്ന് സംസാരിക്കുന്നിടത്തെല്ലാം കർത്താവ് നിന്നെ അനുഗ്രഹിക്കും. ദൈവത്തിലെ നിൻ്റെ ഓരോ ഉദ്യമങ്ങളും നിൻ്റെ ഓരോ ചിന്തകളും നിൻ്റെ ഓരോ തീരുമാനങ്ങളും അത് അനുകൂലമാണ് നടക്കാനും അനുകൂലമല്ലെങ്കിൽ നിനക്കെതിരാണെങ്കിൽ നടത്താതിരിക്കാനും കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നെ ഗൈഡ് ചെയ്യട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ ഇന്ന് നീ ചെയ്യുന്ന മുഴുവൻ കാര്യങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ കൃപ ചൊരിയട്ടെ. പരിശുദ്ധമ്മ ദേവമാതാവ് നിനക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. എൻ്റെ പ്രിയപ്പെട്ടവരെ, പിന്നെ ഉണ്ടല്ലോ ചില ആൾക്കാർ ദൈവമായിട്ട് ഒരു പ്രാവശ്യം ചോദിക്കും, രണ്ടാമത്തെ പ്രാവശ്യം ചോദിച്ചില്ല പിന്നെ ആ വഴിക്ക് പിന്നെ അവർ വരത്തില്ല, പ്രാർത്ഥന വലിയ കാര്യമൊന്നുമില്ല എന്ന് പറയും. അത് ദൈവത്തിന് അറിയാവുന്നതുകൊണ്ട് ഇവന്മാരോട് ഇങ്ങനെയുള്ള അണ്ണന്മാരോട് ദൈവം അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യത്തുമില്ല. അതാണ് ഏറ്റവും വലിയ വരുന്ന വിഷയം. ഇപ്പം ചിലർക്ക് ദൈവം ചോദിക്കുമ്പോൾ തന്നെ എടുത്ത് കൊടുക്കുകയും ചെയ്യും. അത് മിക്കവാറും നശിപ്പിൻ്റെ വിത്തുകളായിരിക്കും, അത് വേറെ വിഷയം. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഈ ധൂർത്തപുത്രൻ്റെ ഒരു മൂത്ത ചേട്ടനില്ലേ, നമ്മൾ ധൂർത്തപുത്രൻ്റെ പുറവായനല്ല, അപ്പോൾ ധൂർത്തപുത്രൻ്റെ മൂത്ത ചേട്ടനില്ലേ, ചേട്ടായി അങ്ങേര് ഇവിടെ ഇവൻ തിരിച്ചു വരുമ്പോൾ വീട്ടിലെ ഡാൻസും പാട്ടും കേട്ടിട്ട് സങ്കടം വരും അല്ലേ. ഇവരെ കൊടുത്ത കാളക്കുട്ടിയൊക്കെ ഒന്ന് അപ്പൻ മകന് നല്ല ഉടുപ്പ് കൊടുത്തു, ചെരുപ്പ് കൊടുത്തു, മോതിരം കൊടുത്തു. അവിടെ എല്ലാവരും ഭയങ്കര നൃത്താഘോഷങ്ങളൊക്കെ കഴിയുമ്പോഴാണ് തപ്പും കൊട്ടും പാട്ടും ഒക്കെ കേട്ട് ഈ മൂത്ത മകൻ വയലിൽ നിന്ന് വരികയില്ല. അപ്പോഴും അവൻ കഷ്ടപ്പെട്ട് ജോലിയും ചെയ്ത് വെച്ച് വരികയാണ്. ആ സീനൊക്കെ ഭയങ്കര ഐറോണിക്ക് ഭയങ്കര സീനാണത്. കാര്യം ഈ വീട് ചത്തുപോയിട്ട് കുറേ നാളായി, ഇത് മരിച്ച വീട് പോലെ കിടക്കുന്ന സംഭവം. അയാൾ ഓർത്തത് അയാൾക്ക് വഴിതെറ്റിപ്പോന്ന് അയാൾ വിചാരിച്ചത് ഈ മൂത്ത മകന്. കാര്യം ഇങ്ങനെ സംഭവിക്കത്തില്ല, നമ്മുടെ വീട്ടിലെ അങ്ങനെ സംഭവിക്കണെ കുറിച്ച് അയാൾ ചിന്തിക്കണില്ല. അത് ആരുടെ വീട്ടിൽ അടിയന്തരം നടക്കണമെന്ന് അയാൾ ചിന്തിച്ചത്. വന്ന് നോക്കി ആദ്യം ചെയ്യപ്പോഴല്ലേ നമ്മുടെ വീട്ടിലാണ് ഈ വേല പടയനും മുഴുവനും അയാൾക്ക്. അപ്പം അയാളൊരു വേലക്കാരനെ വിളിച്ചു പറഞ്ഞു, മറ്റേ വന്നേട്ടാ, ആള് വന്നിട്ടുണ്ടേട്ടാ. അയാൾ ആ ജീവനോടെ കിട്ടിയ അപ്പം ഭയങ്കര സന്തോഷത്തിലാണ്. കാളേക്കുന്ന് അടിയന്താ നടത്തി കണ്ടിരിക്കണ പാട്ടും ഡാൻസ്. അവൻ അപ്പം തന്നെ ഇടിവെട്ടുകൊണ്ട പോലെ കനച്ചൊരു ഒമ്പത് ഇങ്ങനെ നിൽക്കുക. അപ്പം അപ്പൻ പിരിമാറ്റി ജല്ലക്കിടക്കൂടെ നോക്കുമ്പോൾ തൊണ്ട് നിൽക്കണ ഒരു രൂപം കനച്ച് നിൽക്കുകയാണ്. അപ്പൻ്റെ ചങ്കന്ന് പിടച്ച് കാര്യം ഇവരെങ്ങനെ നാട് വിട്ടു പോയാൽ എന്ത് ചെയ്യും, ഇതുപോലെ പോയാൽ എന്ത് ചെയ്യും. അപ്പോഴേ അപ്പൻ്റെ ആക്രാന്തം കാണണം. പണ്ട് ഇവനോട് ആ ആക്രാന്തം കാണിച്ചിട്ട് ഇവൻ പോകത്തില്ലായിരുന്നു. ഇപ്പൊ അപ്പൻ എന്താ ചെയ്യണമെന്ന് നോക്കി. ലുക്ക 15:27 വേലക്കാരൻ പറഞ്ഞു, നിന്റെ സഹോദരൻ തിരിച്ചു വന്നിരിക്കുന്നു, അവനെ സസുഖം തിരിച്ചു കിട്ടിയത് കൊണ്ട് നിന്റെ പിതാവ് കൊഴുത്ത കാളക്കുട്ടിയെ കൊന്നിരിക്കുന്നു. അപ്പനും എങ്ങനെ സന്തോഷായി. അവൻ കോപിച്ച് അകത്തു കയറാൻ വിസമ്മതിച്ചു. പിതാവ് പുറത്തു വന്നു. അതേതാണ് സംഭവം. പിതാവിന്റെ ലക്ഷണം മാറി. ഈ പുറത്ത് വരത്തിലും പിറക്കം പാച്ചിലൊക്കെ പുറത്തു വന്നു. പിതാവ് ലക്ഷണം പറയണ്ടേ, പിതാവ് പുറത്തു വന്നു. അവനോട് സാന്ത്വനങ്ങൾ പറഞ്ഞു. അവനോട് പട്ടാങ്ങി പറയാൻ, സാന്ത്വനല്ല പട്ടാങ്ങിയാണ്. കാര്യം അവൻ വിട്ടുപോയി കഴിഞ്ഞാൽ എല്ലാം വെള്ളത്തിലാവും. അതാണ് അവന്റെ മൂല്യമുള്ളവനാണ് അവനോട് സാന്ത്വനങ്ങൾ പറയാൻ തുടങ്ങി. എന്താണ് പിതാവ് പറഞ്ഞതെന്ന് കേട്ടെ. എന്നാൽ അവൻ പിതാവിനോട് പറഞ്ഞു, നോക്കൂ, എത്ര വർഷമായി
എത്ര കാലമായി ഞാൻ നിനക്ക് ദാസ്യവേല ചെയ്യും. അവൻ ദാസ്യവേല ചെയ്യാന്ന് മകനെ പോലെ അവൻ ദാസനായിട്ട് ഇവിടെ ജോലി ചെയ്യുന്ന. ഒരിക്കലും നിന്റെ കൽപ്പന ഞാൻ ലംഘിച്ചിട്ടില്ല. വചനം അവനെ ജോലി ചെയ്യുകയും ചെയ്യും, വചനം കേൾക്കുകയും ചെയ്യും. അതാണ് ഭയങ്കര ഒരു ഉടമ്പടി ജീവിതമാണ് അവൻ്റെ. ആ മൂത്ത മകൻ്റെ ജീവിതം ഉണ്ടല്ല, കറക്റ്റ് ഉടമ്പടി ജീവിതമാണ്. അവൻ വചനം കേൾക്കുകയും ചെയ്യും, ആ വചനം അനുസരിച്ച് വീട്ടിൽ ജീവിക്കുകയും ചെയ്യും. എങ്കിലും എന്റെ കൂട്ടുകാരോടൊത്ത് ആഹ്ലാദിക്കാൻ, എന്റെ കൂട്ടുകാരോട് ആഹ്ലാദിക്കാൻ ഒരു ആട്ടിൻകുട്ടിയെ പോലും നീ എനിക്ക് തന്നില്ല. ഇതേണ്ട സന്ധ്യക്ക് ഈ അപ്പൻ ഒരു മക്കളോട് രണ്ട് തരത്തിലാണ് പെരുമാറൊക്കെ തോന്നിപ്പോകും. കാര്യം ഇത് ആട്ടിൻകുട്ടിയെ പോലും ഇവിടെ കൊടുത്തില്ലല്ല. കാര്യം ആട്ടിൻകുട്ടിയുടെ കാര്യം പറയാതിരിക്കണം നല്ലത്. കാര്യം ഈ അപ്പൻ ആലിൽ പോണത് അത് ആടത്തിറ്റാൻ പോണ പരിപാടിയൊന്നും ഇല്ല. വയസ്സാക്കായിട്ട് വീട്ടിൽ ഇരിക്കണേ. അവനാണ് ഈ 100 ആടിനെയും കൊണ്ട് പോണത്. അതിൽ 10-15 ഓരോ ദിവസം പ്രസവിക്കും. അതേ 5-6 കുട്ടികളൊക്കെ ഉണ്ടാകും, 10-40 കുട്ടികളുണ്ടാകും. ഇതിന്റെ കണക്കെല്ലാം കൃത്യമായിട്ട് വൃത്തിമനമായിട്ട് ഈ അപ്പന് കൊടുക്കുന്നുണ്ട്. ഈ അപ്പൻ്റെ ഇടയ്ക്ക് 10 ആടിന്റെ കണക്ക് കുറച്ച് കൊടുത്താലും അപ്പന് ഇവനെ വിശ്വസിക്കും. പക്ഷെ അവൻ ഈ മുത്തവൻ സത്യസന്ധനാ, വചനത്തിലും ജീവിതത്തിലും എല്ലാം സത്യസന്ധനാ. എന്നിട്ട് ഈ സത്യസന്ധനായിട്ടുള്ള സംഭവം എന്താണ് അത് പറയലേ? സത്യസന്ധനായിട്ട് ഇരുന്നിട്ട് കർത്താവിൻ്റെ കയ്യിൽ നിന്ന് ഒരു കൂട്ടുകാരുടെ കൂടെ ഉല്ലസിക്കാൻ വേണ്ടി ഇവൻ അതിൻ്റെ അകത്ത് ഒരു ആട്ടിൻകുട്ടിയെ ചോദിച്ചിട്ട് ആട്ടും ഓടിച്ചു കളഞ്ഞവരെ അവൻ. പക്ഷെ എന്നിട്ടും അവൻ കയർത്തില്ല. അതാണ് മൂത്ത മകൻ എന്ന് പറയുന്നത്. മൂത്ത മകൻ ഒരു സംഭവമാണ് ശരിക്കും. ബൈബിളിൽ ഏറ്റവും ടോപ്പ് ആ മൂത്ത മകനാണ് ശരിക്കും. അവനെ കണ്ടില്ല, നീ നോക്കിയ ഇത്രയും പ്രസംഗം ഉണ്ടായിരുന്നു. ദൈവത്തിന് മുമ്പ് നിൽക്കണം എങ്ങനെയാണെന്ന് നമുക്ക് പഠിപ്പിക്കണത് ഈ മൂത്ത മകനും. പിന്നെ ലൂക്കായിന് 2 അധ്യായം കഴിയുമ്പോൾ 12-17-10 പറയുന്ന ഒരു ദാസനുമുണ്ട്. ഉഴാനും ആട് മേയ്ക്കാനും പോയിട്ട് തിരിച്ച് ഇതുപോലെ വയലിൽ നിന്ന് വന്നവനാണ്. ഈ വയലിൽ നിന്ന് വന്നവന്മാരൊക്കെ വില്ലന്മാരായിരിക്കും. ഈ മൂത്ത മകനും വയലിൽ നിന്ന് വരികയാണ്. ഇനി ലൂക്ക 17-10 ഒരാൾ വയലിൽ നിന്ന് വരും, ഉഴാനും ആട് മേയ്ക്കാനും പോയിട്ട് അവനും വരും. അപ്പോൾ അവൻ വയലിൽ നിന്ന് വരുമ്പോൾ എന്താ പറയണത്? നീ പോയി കുളിക്കുക, എനിക്ക് ഭക്ഷണം ഉണ്ടാക്കുക, വിളമ്പിത്തരിക, പിന്നെ നിനക്ക് കഴിക്കുക എന്നല്ല പറയുക. അത് എന്നിട്ട് അതെല്ലാം കൽപ്പിക്കപ്പെട്ടെല്ലാം ചെയ്തതിന് ശേഷം പ്രയോജനരഹിതന ദാസൻ, ശരിക്കും പ്രയോജനരഹിതന ദാസൻ ആരാണ്? ഈ മൂത്ത മകനാ. അവനൊരു പ്രയോജനമില്ലാത്തവൻ. അവൻ പ്രയോജനമില്ല, അപ്പനെ കൊണ്ട് ഒരു പ്രയോജനമില്ലാത്തൊരു മനുഷ്യനായിട്ട് അവൻ ജീവിക്കാൻ. എൻ്റെ ദൈവത്തിലെ യഥാർത്ഥ ആധ്യാത്മിക ജീവിതത്തിലെ ദൈവത്തെ കൊണ്ട് ഒരു പ്രയോജനമില്ലാത്തവനായിട്ട് നമുക്ക് തോന്നും. ദൈവത്തെ കൊണ്ട് ഒരു പ്രയോജനമില്ല നമുക്ക് തോന്നാം. എന്നിട്ട് നമ്മൾ വിശ്വാസിച്ച് ജീവിക്കും. അതാണ് മൂത്ത മകൻ്റെ ജീവിതം. അപ്പം പറയേണ്ട വാക്കുണ്ട്. എന്താണ്? ഇങ്ങനെ ജീവിക്കുമ്പോൾ നീ ഓർക്കണം മകനെ, എൻ്റെ മകനെ, നീ എപ്പോഴും എന്നോട് കൂടി ഉണ്ടല്ലോ. അപ്പോൾ ദൈവത്തിൽ നിന്നൊന്നും കിട്ടിയില്ലെങ്കിൽ ദൈവം തന്നെ നിൻ്റെ കൂടെ ഉണ്ട് എന്ന് നീ മനസ്സിലാക്കണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. അമ്മ മാതാവേ നന്ദി, യേശുവേ നന്ദി. പുണ്യ ദേവാലയത്തിൽ അമ്മ ദർശനം നൽകിയ ഈ പുണ്യ ദേവാലയത്തിൽ എൻ്റെ മകൾക്ക് വേണ്ടി സാക്ഷ്യം പറയാനാണ് ഞാൻ വന്നത്. എൻ്റെ മകൾക്കൊരു +1 പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൾക്കൊരു അസുഖം വന്ന് ഛർദി, നിൽക്കാതെയുള്ള ഛർദി. ആഹാരം കഴിക്കുമ്പോൾ അവൾക്ക് ദഹിക്കാതെ ഛർദിയായിരുന്നു. ഞാനിങ്ങനെ ഒരാശുപത്രി വഴിയും കൊണ്ടുപോകുമ്പം ഗുളിക തന്ന് വീട്ടിലേക്ക് വിടും. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, എൻ്റെ കുഞ്ഞിന് പരീക്ഷ എഴുതണം, അവൾ പരീക്ഷ എഴുതാതെ സാധിക്കുകയില്ല, അതുകൊണ്ട് അമ്മ മാതാവ് ഈ ഛർദി ഒന്ന് മാറ്റി കൊടുക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. മാറ്റി കൊടുക്കുമ്പം ഞാൻ വന്ന് അമ്മ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് ഞാൻ സാക്ഷ്യം പറഞ്ഞോളാമെന്ന് ഞാൻ പറഞ്ഞു. ആ സമയം കൊണ്ട് ഇവൾ +2 പരീക്ഷ ആനുവൽ എക്സാം എഴുതാൻ പോകുന്ന സമയത്ത് ഇവൾ ഛർദി കഴിഞ്ഞാണ്, തലേദിവസം രാത്രി ഛർദി കഴിഞ്ഞാണ് ഇവർ എക്സാം എഴുതാൻ പോകുന്നത്. ഞാൻ ആ സമയം കൊണ്ട് ഞാൻ വീട്ടിൽ ഇരുന്ന് മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിച്ച അമ്മയോട്, എൻ്റെ അമ്മ, എൻ്റെ കുഞ്ഞിന് ഛർദിയോ ഒരു കുഴപ്പവും ഉണ്ടാകാതെ അവൾ പൂർണ്ണമായിട്ടും എക്സാം എഴുതി അവൾ വീട്ടിൽ തിരിച്ചു വരണം, ഒരു കുഴപ്പവും ഉണ്ടാകരുതെന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു. ആ സമയം അവളും പരീക്ഷ എഴുതി തിരിച്ചു വന്നിട്ട് പറഞ്ഞു, എനിക്കൊരു കുഴപ്പമുണ്ടായില്ല അമ്മച്ചി എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ അടുത്ത ആശുപത്രി ഞാൻ പറഞ്ഞു, മാതാവേ ഇനി ഞാൻ കൊണ്ടുപോകുന്ന ആശുപത്രി അവൾക്ക് പൂർണ്ണമായിട്ടും ഇത് മാറാനുള്ള ഇത് കൊടുക്കണേന്ന് പറഞ്ഞ് ഞാൻ കൊണ്ടുപോയി കഴിഞ്ഞപ്പം
അതിനുള്ള അവസരം ഞാൻ മാതാവ് എനിക്ക് തന്ന് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി അവളുടെ അസുഖത്തിന് വേണ്ടി ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് അമ്മ തന്ന ഉപ്പും തൈലവും ഞാൻ അവൾക്ക് വേണ്ടി ഞാൻ ഉപയോഗിച്ച് അത് അവളുടെ അസുഖം പൂർണ്ണമായിട്ടും ഭേദമായി. അവൾക്ക് ചെറുപ്പം തൊട്ടേ മൈഗ്രെയിൻ്റെ ഒരു അസുഖമുണ്ടായിരുന്നു, അവൾക്ക് തലവേദന. ആ തലവേദന ഞാൻ വെളുപ്പിനെ എഴുന്നേറ്റ് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അവളുടെ നെറ്റിയിൽ ഞാൻ ആ തൈലം എടുത്ത് കുരിശ് വരച്ച് 3 പ്രാവശ്യം കുരിശ് വരച്ച് ഞാൻ പ്രാർത്ഥിക്കും, മാതാവേ ഈ മൈഗ്രെയിൻ്റെ തലവേദന അവൾക്ക് കണ്ണട വെക്കാൻ ഇഷ്ടമില്ല, കണ്ണട വെക്കാതെ ഈ അമ്മ തന്നെ മാറ്റി തരണമെന്ന് ഞാൻ അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ചു. ആ സമയം അവൾക്ക് തലവേദന മാറിക്കിട്ടി. അത് കഴിഞ്ഞ് 2022 അവൾ നേഴ്സിങ്ങിന് പോകാനായിട്ട് ഒരുങ്ങി. അപ്പം ഞാൻ പറഞ്ഞു, മാനെ അമ്മച്ചിയുടെ ഒരു 5 പൈസ പോലും ഇല്ല, നീ എന്നെ ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചു. നേരം പറഞ്ഞു, എനിക്ക് നേഴ്സിങ്ങിന് എന്നെ വിട്ടില്ലെങ്കിൽ ഞാൻ ഒന്നിനും പഠിക്കാൻ പോകത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ മാതാവിനോട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു, അമ്മ ഒരു വഴി എനിക്ക് കാണിച്ചു തരണേ, എൻ്റെ കുഞ്ഞിനി ഈ നേഴ്സിങ്ങിനല്ലാതെ വേറെ ഒരു പഠിത്തത്തിനും പോകത്തില്ല, അവളെ കാണുകയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ ചങ്ക് താർന്നു. ദൈവമേ, ഞാൻ എന്നെ ഈ കേൾക്കുന്നത് അമ്മ തന്നെ ഒരു വഴി ഉണ്ടാക്കി തരണേന്ന് ഞാൻ പ്രാർത്ഥിച്ച്. അത് കഴിഞ്ഞ് എൻ്റെ കയ്യിൽ ഇരുന്ന 200 രൂപയായിട്ട് ഞാൻ പോയി ഇവളെയും കൂട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു, ഞാനൊരു കടയിൽ ചെന്ന് ചോദിച്ച്, ചേട്ടാ ഞാൻ ചോദിക്കുന്ന ഒരു സാധനം എനിക്ക് തരാമോ, എന്താണെന്ന് ചോദിച്ചു. എനിക്ക് 2 ബെഡ്ഷീറ്റ് തരണമെന്ന് പറഞ്ഞ്. അത് എന്നത്തിനെന്ന് വെച്ചാൽ എൻ്റെ കൊച്ചിന് നേഴ്സിങ്ങിന് പോകാനായിട്ടാണ് ഞാൻ ഓരോ സാധനങ്ങളും മേടിക്കാൻ ഇറങ്ങിയിട്ട് എൻ്റെ പൈസയൊന്നുമില്ലെന്ന് പറഞ്ഞ്. നേരത്തെ ചേട്ടൻ പറഞ്ഞു, നീ ഒന്നും കൊണ്ട് വിഷമിക്കേണ്ട, നിനക്ക് ഞാൻ ഇത് തരാം. ഞാൻ പറഞ്ഞാൽ ഇതിവിടെ വെച്ചേരി, ഞാൻ വേറെ ഒരു കട വരെയും പോയിട്ട് വരട്ടെന്ന് പറഞ്ഞ് ഞാൻ അടുത്തൊരു കടയിൽ ചെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവളെന്തിനാ എത്രയിലാണ് പഠിക്കണേന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇവൾ +2 പഠിത്തം കഴിഞ്ഞ് അവൾക്ക് നേഴ്സിങ്ങിന് പോകാനാ ചേട്ടാന്ന് പറഞ്ഞു. അന്നേരത്തേക്ക് പറഞ്ഞ്, ഇവൾക്കുള്ള സാധനങ്ങളൊക്കെ നീ വാങ്ങിച്ചോ? ഇല്ല ചേട്ടാ, ഒന്നും വാങ്ങിച്ചില്ല, എല്ലാം മേടിക്കണം, എൻ്റെ പൈസ ഇല്ലെന്ന് പറഞ്ഞു. നീ ഒന്നും വിഷമിക്കേണ്ട, ഇവൾക്കുള്ള സാധനം ഞാൻ തന്നോളാം എന്ന് പറഞ്ഞു. അന്നേരം ഞാൻ ഒരു 100 വട്ടം എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ അമ്മേനെ പ്രാർത്ഥിക്കുക, അമ്മേനെ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. നീ എന്നെ ഒന്നും മിണ്ടാത്ത, ഇവൾക്ക് കണ്ട് വേണ്ട സാധനങ്ങളൊക്കെ എന്താണെന്ന് നീ എന്നാ ഒന്നും മിണ്ടാത്ത. അപ്പോൾ എൻ്റെ മനസ്സ് മുഴുവൻ അമ്മയോടുള്ള പ്രാർത്ഥനയാണ്. അപ്പോൾ ഈ ചേട്ടൻ ആദ്യം ഒരു ട്രോളി ബാഗ് എടുത്ത് വെച്ച് കഴിഞ്ഞ് ഇവൾക്ക് വേണ്ടുന്ന സർവ്വ സാധനങ്ങളും അതിനകത്താക്കി പാക്ക് ചെയ്ത് വെച്ചേച്ച് ഇവളോട് ചോദിച്ചു, നിനക്ക് വണ്ടിക്കൂലിക്കുള്ള പൈസയുണ്ടോ എന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു. അന്നേരം ഇവൾ ചിരിച്ചുകൊണ്ട് ഇവൾ മിണ്ടാതെ നിൽക്കുക, അതിനുള്ള പൈസ ഞാൻ ഇട്ട് തരാം, നീ ധൈര്യമായിട്ട് പോയി പഠിച്ചു വരാൻ പറഞ്ഞു. അത് വാങ്ങി തിരിച്ച് ഇറങ്ങി ഞാൻ വഴി നിൽക്കുമ്പോഴത്തേക്കും ഞങ്ങളുടെ അടുത്തുള്ള ഒരു ചേട്ടൻ്റെ കടയുടെ വാതിൽക്ക് നിൽക്കുമ്പോഴത്തേക്കും ഞാൻ ചുമ്മാ നോക്കിയപ്പം എന്നോട് നീ ഇങ്ങ് വരാൻ പറഞ്ഞ് ഞാൻ കയറി ചെന്ന്, നീ ഇന്ന ആളുടെ മകളല്ലേ, എൻ്റെ അച്ഛൻ്റെ പേര് പറഞ്ഞേച്ച് ചോദിച്ചു. നീ ഇന്ന ആളുടെ അതെ, അന്നേരം മാസ്ക് ഞാൻ വെച്ചിട്ടുണ്ട്, നീ മാസ്ക് ഒന്ന് താത്തിക്കെന്ന് പറഞ്ഞ് ഞാൻ താത്തി. നേരത്തേക്ക് പറഞ്ഞു, ഇവൾ എത്രയിലാണ് പഠിക്കുന്നത്? ഞാൻ പറഞ്ഞു, ഇവൾ +2 കഴിഞ്ഞ് ഇവൾ നേഴ്സിങ്ങിന് പോകാനാ ചേട്ടാന്ന് പറഞ്ഞു. ഇവൾക്ക് എന്താ ആവശ്യം എന്ന് ചോദിച്ചു. ഡ്രസ്സ് എടുക്കാനായിട്ട് വന്നതാന്ന് പറഞ്ഞു. നീ പൈസ ഒന്നും തരണ്ട, നിനക്കുള്ള ആവശ്യമുള്ള ഡ്രസ്സ് നീ എടുത്തോളാൻ പറഞ്ഞ്. അവിടുന്ന് ആവശ്യമുള്ള ഡ്രസ്സുകളൊക്കെ എടുത്ത് ഞങ്ങൾ പെട്ടിയായിട്ടും ഞങ്ങൾ വീട്ടിൽ പോകാനായിട്ട് ഞങ്ങൾ ഒരു ഓട്ടോ വിളിച്ച് ഞങ്ങൾ കയറി വീടിൻ്റെ അടുത്തൊരു വീട്ടിന് ഇവിടെ സ്കൂളിൻ്റെ അടുത്ത് ഒരു കടയിൽ കയറി. ഇവർ സ്ഥിരം കയറുന്നതാണ്, നാരങ്ങ വെള്ളം കുടിക്കാൻ കയറുന്ന കടയിൽ. ആ ചേച്ചിയും പറഞ്ഞു, നീ എന്തിനു പോകാനായിട്ട് നിനക്ക് പ്ലാൻ? നേഴ്സിങ്ങിന് പോകാൻ, നിനക്കെല്ലാം മേടിച്ചോ? ഇല്ല ചേച്ചി, 2-3 ഡ്രസ്സും കൂടെ വാങ്ങിക്കാനുണ്ടെന്ന് പറഞ്ഞു. എന്നാൽ നീ കാശ് കൊടുത്ത് വാങ്ങിക്കേണ്ട, അത് ഞാൻ വാങ്ങിച്ചു തരാം എന്ന് പറഞ്ഞു. അപ്പം ആ ചേച്ചി പറഞ്ഞു, നീ ഇന്ന കടയിലേക്ക് ചെല്ല്, ഞാൻ വിളിച്ചു പറഞ്ഞോളാം എന്ന് പറഞ്ഞു. ഞങ്ങൾ 2 പേരും കൂടെ ആ കടയിൽ ചെന്ന് കഴിഞ്ഞപ്പം നിൻ്റെ ആവശ്യത്തിനുള്ള ഡ്രസ്സ് എടുത്തോളാൻ ആ കടയിലെ ചേട്ടനും പറഞ്ഞു. അങ്ങനെ എല്ലാം തന്ന് ഞങ്ങൾ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് 3 ദിവസമുള്ളൂ എനിക്ക് എൻ്റെ കുഞ്ഞിനെ നേഴ്സിങ്ങിന് കൊണ്ടാക്കാൻ. അന്നേരം ഇവിടെ കൂട്ടുകാരെല്ലാവരും വിളിച്ചു പറഞ്ഞു, ഞങ്ങളെല്ലാം പാക്ക് ചെയ്ത് രഹന ഒന്നും ചെയ്തില്ലേന്ന് ചോദിച്ചു. ഇല്ലടി എന്ന് പറഞ്ഞു. ഞങ്ങൾ അതെല്ലാം കഴിഞ്ഞ് കിട്ടി, എല്ലാം സന്തോഷത്തോടെ വാങ്ങിച്ചുകൊണ്ട് വന്ന് ഞാൻ എല്ലാം റെഡിയാക്കി. എല്ലാം റെഡിയായെന്ന് വിളിച്ച് പറഞ്ഞ് പിള്ളേരും അച്ഛനും അമ്മയും വരുന്നതിന് മുമ്പ് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് ഞാനും എൻ്റെ മോളുമായിട്ട് വന്നു കഴിഞ്ഞ് ഞങ്ങളതിന് എൻ്റെ കൊച്ചിന് വേണ്ടിയിട്ട് ഞാൻ ലോൺ പാസ്സാക്കിയിട്ടാണ് എൻ്റെ കൊച്ചിനെ ഞാൻ പറഞ്ഞു വിട്ടത്. പക്ഷേ കൊച്ച് സർട്ടിഫിക്കറ്റുമായിട്ട് വന്ന് ബാങ്കിൽ നിന്ന് സാറ് പറഞ്ഞ് മോളെ ഒപ്പിടാൻ വിളിച്ചോണം എന്ന് പറഞ്ഞ്. ഞാൻ കൊച്ചവിടുത്തെ സർട്ടിഫിക്കറ്റായിട്ട് ബാങ്കിൽ ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ലോണിന് കൊടുത്ത രേഖകളും ഒന്നുമില്ല. അന്നേരം ഞാൻ ചോദിച്ചു, സാറേ ഞാൻ മറ്റേ സാറ് ഇരുന്നപ്പോഴത്തേക്കാണല്ലോ ഞാൻ ഇവിടെ വന്ന് പാസ്സാക്കിയത്, എന്നാൽ നിങ്ങളുടെ രേഖകളൊന്നുമില്ലെന്ന് പറഞ്ഞു. ഞാൻ ആ സാറിനോട് ഉടനെ പറഞ്ഞു, സാറേ എന്നെ പിച്ചാത്തി എടുത്ത് ഞാൻ സ്വയം കുത്തിച്ചാകുന്ന അവസ്ഥയായ ഞാൻ ഈ കേൾക്കുന്നത്, എന്താ ഈ പറയുന്നത്
എന്നാലും ഈ കൊച്ചു പറഞ്ഞു, അമ്മച്ചി ഇനി ഞാൻ മരിച്ചാൽ മതി, ഇനി എനിക്ക് നേഴ്സിങ്ങിനും പോകണ്ട, ഒന്നും പോകണ്ട, എല്ലാം പോട്ടെ എന്ന് ഇവൾ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, മാനെ ഇതിനൊരു പരിഹാരമുണ്ട്. ഞാൻ അവിടെ നിന്ന് അമ്മയോട് വിളിച്ചു പറഞ്ഞു, അമ്മേ ഇനി ഒരു വഴി എനിക്കില്ല, ഇനി ഞാനും എൻ്റെ മക്കളും പോയി ചത്താൽ മതി എന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു. അന്നേരം എൻ്റെ അമ്മ മനസ്സിൽ തോന്നിച്ചു, നീ എന്തിനാ വിഷമിക്കുക, നീ നേരെ കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് നീ വീട്ടിൽ പോയാൽ മതി എന്ന് പറഞ്ഞു, നിൻ്റെ കാര്യങ്ങളെല്ലാം നടത്തി തരാൻ ഞാനില്ലേ എന്നെൻ്റെ മനസ്സിൽ തോന്നിച്ചു. ഞാൻ കുഞ്ഞിനോട് പറഞ്ഞു, വാ നമുക്ക് വീട്ടിൽ പോകാം, അതിനുള്ള വഴി നമുക്കുണ്ടെന്ന് പറഞ്ഞു. ഇവിടെ ചോദിച്ചു എന്ത് വഴിയാണ് അമ്മച്ചി എന്ന് പറഞ്ഞു. ഇവിടെ എൻ്റെ പുറകെ നടന്ന് പറയുക. അപ്പം ഞാൻ പറഞ്ഞു, വാ നമുക്ക് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു. ഞങ്ങൾ വീട്ടിൽ വന്ന് ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ അമ്മച്ചിയോട് ചോദിച്ചു. എൻ്റെ അമ്മച്ചി വയ്യാതെ കിടക്കുക. അമ്മച്ചിയോട് പറഞ്ഞു, അമ്മച്ചി ഇന്നതാണല്ലോ സംഭവം എന്ന് പറഞ്ഞു. അമ്മച്ചി പറഞ്ഞു, അതിനൊരു വഴിയുണ്ട് മാനേ എന്ന് പറഞ്ഞു. അമ്മച്ചി പറഞ്ഞു, വീടിൻ്റെ മുറ്റത്ത് നീങ്ങണം, തടിയെല്ലാം വെട്ടിയിട്ട് നീ ഫീസ് അടയ്ക്കാൻ പറഞ്ഞു. അതിനുള്ള വഴി എനിക്ക് തന്ന് അത് ഞാൻ അടച്ച്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് 2ാമത്തെ വർഷത്തെ ഫീസ് എനിക്ക് അടയ്ക്കണം. അന്ന് ഞാൻ ഒരു വ്യക്തിയോട് ഇന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു, സാറേ കൊച്ചിന് പരീക്ഷയാണ്, ഫീസ് അടയ്ക്കാതെ അവർ എക്സാം എഴുതിപ്പിക്കത്തില്ല എന്ന് പറഞ്ഞു. ഇനി ഒരാഴ്ചയും കൂടി ഉള്ളെന്ന് പറഞ്ഞു. ആ ചേച്ചി പൊക്കോ, ചേച്ചി അഡ്രസ്സും അവളുടെ ബാങ്കിൻ്റെ അക്കൗണ്ടിൻ്റെ നമ്പരും തന്നാൽ മതി, ഞാൻ അവിടെ അക്കൗണ്ടിലേക്ക് ഇട്ടോളാമെന്ന് പറഞ്ഞു. പരീക്ഷ അപ്പോൾ ഞാൻ എന്നോട് തെരുതെരെ വിളിച്ച് പറയുക, സാറ് തെരുതെരെ ചോദിക്കുക, അമ്മച്ചി ഫീസ് ചോദിക്കുക, അത് കാരണം എനിക്കിവിടെ നിൽക്കാൻ ഇഷ്ടമില്ല, ഞാനങ്ങ് തിരിച്ച് വരുവാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മാനേ നീ വരല്ലേ, സാറ് പൈസ ഇട്ട് തരും, ഞാൻ ചെന്ന് ചോദിച്ച ആൾ നിനക്ക് പൈസ ഇട്ട് നീ വിഷമിക്കല്ലേ എന്ന് പറഞ്ഞു. എക്സാമിൻ്റെ അന്നേ ദിവസം ആ ദിവസം ഈ കൊച്ച് എന്നെ വിളിച്ച് പറഞ്ഞു, അമ്മച്ചി എനിക്ക് ഇന്ന് എക്സാം ഉണ്ട്, അതിന് ഹോൾ ടിക്കറ്റ് എല്ലാ പിള്ളേർക്കും കൊടുത്ത് എനിക്ക് മാത്രം തന്നിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ മാതാവിനോട് മുട്ടിപ്പായിട്ട് ഞാൻ അവിടെ ഇന്ന് പ്രാർത്ഥിച്ചു, മാതാവേ എൻ്റെ കൊച്ചിന് എക്സാമിൻ്റെ ഹോൾ ടിക്കറ്റ് കിട്ടിയിട്ടില്ല, എല്ലാ പിള്ളേർക്കും കിട്ടി, അമ്മേ പൈസ ഇല്ലാതെ അവളെ എക്സാം എഴുതിക്കുകയെന്ന് പറഞ്ഞു. ആ പറഞ്ഞ നിമിഷം ഞാൻ ഫോൺ കൈ പിടിച്ചുകൊണ്ടിരിക്കുന്നു, പറഞ്ഞ നിമിഷം കൊണ്ട് തന്നെ എൻ്റെ കൊച്ചിൻ്റെ അക്കൗണ്ടിലേക്ക് 1,07,000 രൂപ അവൾക്ക് അടയ്ക്കാനുള്ള ഫീസ് 1,07,000 രൂപ അവൾക്ക് ഫീസ് കൊടുത്തു. എന്നെ അന്നേരം വിളിച്ചു പറഞ്ഞു, അമ്മച്ചി ഫീസ് വന്നമ്മച്ചി എന്ന് പറഞ്ഞു, എനിക്ക് പൈസ വന്നമ്മച്ചി എന്ന് പറഞ്ഞു. ഞാൻ ഇത് കൊണ്ട് കൊടുത്ത് ഹോൾ ടിക്കറ്റ് മേടിക്കാൻ പോവാന്ന് പറഞ്ഞു. ഞാൻ 1,000 നന്ദി അമ്മയ്ക്ക് പറഞ്ഞ് ഞാൻ ചങ്കെ കൈ വെച്ച് അമ്മേനെ സ്തുതിച്ച് ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ കരഞ്ഞ് കമന്ന് കിടന്ന് ഞാൻ കരഞ്ഞ്. അത് കഴിഞ്ഞ് അവൾ എക്സാം എഴുതി പാസ്സായി. അന്നേരം ഞാൻ പറഞ്ഞു, അമ്മേ എൻ്റെ കുഞ്ഞിനെ നല്ല മാർക്കോടുകൂടി ജയിപ്പിക്കണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ സെക്കൻഡായിട്ട് അവൾ ജയിച്ച്. ഇപ്പോൾ സെക്കൻഡായിട്ട് അവൾ ജയിച്ച്, നല്ല മാർക്കോടുകൂടി തന്നെ അവൾ ജയിച്ച്. അത് കഴിഞ്ഞ് 3ാമത്തെ പരീക്ഷയ്ക്ക് ഇതുപോലെ തന്നെ എനിക്ക് കൊച്ചിന് എക്സാം എഴുതണമെങ്കിൽ ഫീസ് വേണം. അതുപോലെ തന്നെ ആ ഒരു വ്യക്തിയോട് ചെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ആ സാർ എന്നോട് പറഞ്ഞ്, ചേച്ചി പേടിക്കേണ്ട, അവൾ എക്സാം എഴുതും, ഒരു കുഴപ്പമില്ല, ചേച്ചി പേടിക്കേണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പരീക്ഷയുടെ 3 ദിവസം മുമ്പ് അവളുടെ അക്കൗണ്ടിലേക്ക് 1,10,000 രൂപ അവളുടെ അക്കൗണ്ടിൽ കയറിക്കുമ്പോൾ ഇവൾ എന്നെ വിളിച്ചു പറഞ്ഞു, അമ്മച്ചി ഈ എക്സാമിനും എൻ്റെ അക്കൗണ്ടിൽ എനിക്ക് പൈസ കയറി, ഇപ്പോഴെനിക്കൊരു സമാധാനമായി എന്ന് പറഞ്ഞാൽ പരീക്ഷ എഴുതാൻ പോകുമെന്ന് പറഞ്ഞു. നീ പരീക്ഷ എഴുതിക്കോ. അമ്മച്ചി പറയും, എല്ലാ മക്കൾക്കും വേണ്ടിയിട്ട് ഞാൻ മുട്ടുമേ എൻ്റെ വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കും. അതുപോലെ അന്ന് പണിയുള്ള ദിവസമാണെങ്കിൽ ഞാൻ കമ്പനിയിലാണ് പണിയുന്നത്. ഞാൻ കമ്പനി പോകുമ്പം എല്ലാ മക്കൾക്കും വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കും. എന്നോട് എന്ത് ചോദിച്ചാലും അതിനൊരു മറുപടി ഞാൻ കൊടുക്കത്തില്ല. എൻ്റെ മനസ്സ് മുഴുവൻ അമ്മയോടുള്ള പ്രാർത്ഥന, അമ്മയോട് യേശുവിനോടുള്ള പ്രാർത്ഥനയാണ്. ആ ദിവസം മുഴുവൻ എനിക്ക് അമ്മയോട് യേശുവിനോട് പ്രാർത്ഥന, എല്ലാ മക്കൾക്കും വേണ്ടി ഞാൻ അമ്മയോട് പറയാം, അമ്മേ സഞ്ചാരി മാതാവേ, അമ്മ വേഗം ചെന്ന് എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും കൂട്ടായിട്ട് ഓരോരുത്തർക്കും നല്ല ഉത്തരങ്ങൾക്ക് അവർക്ക് എഴുതാൻ സാധിക്കണേ, നല്ല ഉത്തരങ്ങൾ നല്ല ബുദ്ധി അവർക്ക് തെളിച്ചു കൊടുത്ത് നല്ല ഉത്തരങ്ങൾക്ക് അവർക്ക് കൊടുക്കണേ, അവർ നല്ല ഉത്തരങ്ങൾ മാത്രം അവർ പേപ്പർ എഴുതാവുള്ളൂ, നല്ല മാർക്കോടുകൂടി ജയിക്കണേ. അവിടെ കൂടുതൽ പഠിച്ച എല്ലാ മക്കൾക്കും നല്ല പോലെ മാർക്ക് മേടിച്ച് ജയിക്കാൻ സാധിച്ചു. അവൾ എന്നോട് പറഞ്ഞു, അമ്മച്ചി നല്ല മാർക്കോടുകൂടി ഞങ്ങളെല്ലാവരും ജയിച്ച് ഞങ്ങൾ പാസ്സായ അമ്മച്ചി എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എൻ്റെ മാതാവിന് ഞാൻ 1,000 നന്ദി, യേശുവിനും എൻ്റെ അമ്മയ്ക്കും 1,000 നന്ദി ഞാൻ പറഞ്ഞു. ഇപ്പോഴും നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക അമ്മയോട്. അതുപോലെ തന്നെ എൻ്റെ 2ാമത്തെ മോളും, അവളും പഠിക്കുന്ന BSc നേഴ്സാണ്. അവൾ 3ാമത്തെ വർഷം, അവൾ ആദ്യത്തെ വർഷം പരീക്ഷ എഴുതുമ്പോൾ അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ചു, അമ്മയെ നല്ല മാർക്കോടുകൂടി അവളുടെ കൂടുതൽ പരീക്ഷ എഴുതുന്ന എല്ലാ മക്കൾക്കും നല്ലപോലെ മാർക്ക് കിട്ടണേ, നല്ലതായിട്ട് ജയിക്കണേ. എൻ്റെ കുഞ്ഞിന് ഫസ്റ്റ് പരീക്ഷയ്ക്ക് ഡിസ്റ്റിങ്ഷൻ മാർക്ക് കിട്ടി. അവൾ BSc നേഴ്സിന് അവൾ പാസ്സായി. 2ാമത്തെ പരീക്ഷയും റിസൾട്ട് വന്നപ്പം നല്ലപോലെ ഫസ്റ്റ് ക്ലാസ് കഴിഞ്ഞു അവൾക്ക് മാർക്ക് കിട്ടി, അവൾ ജയിച്ച്. ഉഴമ്പഴി എടുത്തു കഴിഞ്ഞ് ഞാൻ എപ്പോഴും അവരുടെ കയ്യിൽ ഞാൻ തൈലം കൊടുത്തു വിട്ടിട്ടുണ്ട്. എല്ലാ മക്കൾക്കും കൊടുക്കണം, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. ഇതെല്ലാം ചെയ്ത് നിങ്ങൾ പ്രാർത്ഥിച്ച് കഴിഞ്ഞതിന് ശേഷമേ നിങ്ങൾ പോകണമെന്ന്. അമ്മയുടെ കാശ് രൂപവും അമ്മയുടെ ഉപ്പും അമ്മയുടെ തൈലവും ഞാൻ കൊടുത്തു. അത് കൈ പിടിച്ചുകൊണ്ടാണ് അവർ എക്സാമിന് പോകുന്നത്. ആ എക്സാമിൽ അവർ ഒരിക്കലും
പിന്നോക്കം നിൽക്കുകയായിരുന്നു. എനിക്ക് നല്ല ഉറപ്പുണ്ട്, എനിക്ക് അമ്മയോട് നല്ല വിശ്വാസമുണ്ട്, എനിക്ക് നല്ല ഉറപ്പുമുണ്ട് അവർ ജയിക്കുന്നു. ഞാൻ അമ്മയോട്, ഇതാണ് എൻ്റെ സാക്ഷി, ഞാൻ അമ്മയോട് ഞാൻ ധ്യാനം കൂടുന്നു, ഞാൻ ഫോണിലൂടെ എനിക്കിവിടെ ഞാൻ എപ്പോഴും ഞാൻ പറയും, മാതാവേ എനിക്ക് ഓടിയൊന്നും വരാൻ പറ്റത്തില്ല, കാരണം ഒറ്റയ്ക്ക് ഞാൻ കഷ്ടപ്പെടുന്നത് എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട്. ഞാൻ പറയും എനിക്ക് പണിയാൻ മാത്രമേ വിധിയുള്ളൂ മാതാവേ എന്ന് ഞാൻ പറയാറുണ്ട്. ഞാൻ കരഞ്ഞ് ഞാൻ ഓടിപ്പോകുന്നത്, ഞാൻ പണിയുന്ന സ്ഥലത്ത് വെച്ചാണ് എല്ലാ മക്കൾക്കും വേണ്ടി എൻ്റെ കുഞ്ഞുങ്ങൾക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഞാൻ കാരുണ്യ പ്രവൃത്തി ചെയ്യുന്നു പറഞ്ഞാൽ ഞാൻ ക്യാൻസർ രോഗികളെ ഞാൻ നോക്കാൻ പോകും. ഞാൻ എന്നോട് പറഞ്ഞു, ചേച്ചി ഒരു ക്യാൻസർ രോഗിനെ നോക്കാൻ വരാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വരാം, ആർക്കും ഇഷ്ടമില്ല ക്യാൻസർ രോഗിനെ നോക്കാൻ, ചേച്ചിക്ക് പേടിയുണ്ടോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു മകനെ എനിക്കൊരു പേടിയില്ല, കാരണം എനിക്കെന്താ രോഗം വരുന്നതെന്ന് എനിക്ക് സർവശക്തനായ ദൈവം യേശുനാഥന് മാത്രമേ അറിയാവുള്ളൂ, അത് കാരണം എനിക്കൊരു പേടിയില്ല, ഞാൻ വരാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ രോഗികൾക്ക് ഞാൻ അവർക്ക് ഭക്ഷണം മേടിച്ചു കൊടുക്കും, കാലും കൈയും വയ്യാത്തവർക്ക് ഞാൻ ഭക്ഷണം മേടിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അമ്മയുടെ പത്രങ്ങൾ ഞാൻ വിതരണം ചെയ്യുന്ന ആശുപത്രികളിലും ഞാൻ വീടുകളിലുമാണ്. ഞാൻ ആശുപത്രികളിൽ ചെന്ന് അവരോട് സംസാരിച്ച് കുറേ സമയം, രാവിലെ പോയാൽ ഞാൻ 6, 7 ആകുമ്പോഴേ ഞാൻ വീട്ടിൽ വരുള്ളൂ. എൻ്റെ അനുഭവ സാക്ഷ്യങ്ങളോടൊക്കെ ഞാൻ പങ്കുവെക്കുക, അവരോടൊക്കെ ഇന്ന പോലെ ഞാൻ എല്ലാവരോടും ഞാൻ പറയും, എൻ്റെ അനുഭവങ്ങളെല്ലാം ഞാൻ അവരോട് പറഞ്ഞു കൊടുക്കും. ഇനി നിങ്ങൾ അമ്മേനെ വിശ്വസിക്കണം, അമ്മ അതുപോലുള്ള അനുഗ്രഹങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട്, ഇഷ്ടം പോലെ തന്നിട്ടുണ്ട്. യേശുനാഥനും അതുപോലെ തന്നെ. എൻ്റെ ചെറുപ്പത്തിൽ ഞങ്ങൾ ഒരു ക്രിസ്ത്യാനി അമ്മച്ചിയുടെ അടുത്താണ് താമസം. അമ്മച്ചിയുടെ വീട്ടിൽ ഞങ്ങളെ കിടക്കാൻ വിളിക്കും. ആ അമ്മച്ചി എന്നോട് പറയും, നീ യേശുവിനെ പ്രാർത്ഥിച്ചാൽ മതി. എൻ്റെ ഇളയ ആങ്ങളൊരു ബുദ്ധിമാന്യമുള്ളൊരു കുഞ്ഞായിരുന്നു, അവന് വർത്താനം പറയാത്ത കുഞ്ഞിന് വേണ്ടി നീ പ്രാർത്ഥിക്കും, നിനക്ക് തരുമെന്ന് പറഞ്ഞു. അടുത്തുള്ള പള്ളിയിൽ പോയി, കുരിശുപള്ളിയിൽ പോയി ഞാൻ അവന് വേണ്ടി മെഴുകുതിരി മേടിച്ച് കത്തിക്കുമായിരുന്നു. അവൻ ആയിന്ന് പോലും പറയാത്ത അവൻ നല്ലപോലെ വർത്താനം പറഞ്ഞ് നല്ലപോലെ സൂപ്പറായിട്ട് അവൻ പാട്ട് പാടുമായിരുന്നു. അതുപോലെ തന്നെ ഉടമ്പടി ഏറ്റതിന് ശേഷം എല്ലാം ഇതുപോലെ ഓരോരുത്തർക്കും ഞാൻ അമ്മയുടെ അനുഗ്രഹങ്ങൾ, എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ ഞാൻ എല്ലാവർക്കും ഞാൻ പങ്കുവെച്ച് കൊടുക്കും. അതുപോലെ നിങ്ങളും ആകണം എന്ന് യേശു എനിക്ക് ഏറ്റവും വലിയ എനിക്ക് യേശു ആദ്യം ഒരു അനുഭവം, എൻ്റെ ചെറുപ്പപ്രായത്തിൽ എനിക്ക് അനുഗ്രഹം തന്നതെന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ ഈ ബുദ്ധി കുറവുള്ള ആങ്ങളയ്ക്ക് വേണ്ടിയിട്ട്, ഭയങ്കര വിശപ്പുള്ള ആങ്ങളയായിരുന്നു, അവന് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചതെന്നു വെച്ചാൽ, ഞങ്ങളുടെ വീട്ടിൽ ഒരു ദിവസം അരിയില്ലായിരുന്നു വന്ന സമയത്ത് ഞാൻ കുടത്തിൽ കിടന്ന ഒരു അരിയിട്ട് കഞ്ഞി വെച്ചാൽ, അതുപോലെ തന്നെ യേശു എനിക്ക് അനുഗ്രഹം തന്നു. എൻ്റെ കലം നിറച്ചെനിക്ക് ചോറും. ഈ മാതാവിന് ഈശോയ്ക്ക് നന്ദി ഞാൻ പറയുന്നു. മാതാവേ, യേശുവേ നന്ദി, സ്തുതി, മഹത്വം. പ്രഭാഷകൻ 34:19 തന്നെ സ്നേഹിക്കുന്നവരെ കർത്താവ് കടാക്ഷിക്കുന്നു. അവിടുന്ന് ശക്തമായ സംരക്ഷണവും ഉറപ്പുള്ള താങ്ങും ചുടുകാറ്റിൽ അഭയകേന്ദ്രവും പൊരിവെയിലിൽ തണലും ഇടറാതിരിക്കുവാൻ സംരക്ഷണവും വീഴാതിരിക്കുവാൻ ഉറപ്പും ആണ്. പുഷ്പകുമാരി എന്ന ഈ സഹോദരിയുടെ അതിശക്തമായ ഉടമ്പടി വിശ്വാസാനുഭവ സാക്ഷ്യമാണ് നാം കേട്ടത്. പ്രിയമുള്ളവരെ, ഉടമ്പടി വഴികൾ നമ്മൾ പോലും അറിയാത്ത വഴികളാണ്. എത്ര വലിയ കാരുണ്യത്തോടു കൂടി ദൈവം ജീവിതങ്ങളെ ഏറ്റെടുക്കുമെന്ന് നാം ഇങ്ങനെ അത്ഭുതത്തോടു കൂടി കണ്ടു നിൽക്കും. അമ്മ പിന്നീട് പറഞ്ഞില്ലേ, 2ാം വർഷം 3ാം വർഷം 1,00,000-ലധികം രൂപ വരുന്ന ഓരോ തവണത്തെ ഫീസും ഓരോരോ സമയത്ത് ഓരോരുത്തരും ദാനമായി കൊടുക്കുന്നവർ പറയുന്നു, എപ്പോഴെങ്കിലും കിട്ടുമെങ്കിൽ തിരികെ തരിക, ഇല്ലെങ്കിൽ ഒരു തരത്തിലും ഇത് ചോദിക്കാനോ ബുദ്ധിമുട്ടിക്കാനോ ഒരിക്കലും വരത്തില്ല, നീ സമാധാനത്തോടു കൂടി പഠിക്കുകയെന്ന. ദൈവം അവനിൽ ശരണപ്പെടുന്നവർക്ക് എപ്പോഴും വഴികളൊരുക്കും, സംരക്ഷണമൊരുക്കും, പുതിയ ജീവിതം നയിക്കുവാനുള്ള കൃപയുടെ സഞ്ചാരപാതകൾ ശുഭകരമാക്കി തരികയും ചെയ്യും. മക്കളെ നന്നായി പരിപാലിച്ച് ഈശോ നടത്തിയതിനെയാണ്, അമ്മ മാതാവ് കരം പിടിച്ചതിനെയാണ് സഹോദരി ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തിയത്. അമ്മ പറയുന്നില്ലേ, മക്കളുടെ പരീക്ഷയാണെന്നറിയുമ്പോൾ എൻ്റെ മകൾക്ക് വേണ്ടിയല്ല, എഴുതുന്ന എല്ലാ മക്കൾക്ക് വേണ്ടിയും ഞാൻ എവിടെയാണെങ്കിലും ബാക്കിയുള്ളവർ എന്ത് സംസാരത്തിന് വന്നാലും മറുപടി ഒരു വാക്കുപോലും പറയാതെ ഞാൻ കൃപാസന മാതാവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. അതൊരു വിശ്വാസമാണ്. എന്തൊക്കെ കുറവുണ്ടെങ്കിലും കുറവുകൾ പരിഹരിച്ചുകൊണ്ട് അമ്മ മാതാവ് ആ എഴുതുന്ന മക്കളുടെ പരീക്ഷകളെ വിജയിപ്പിച്ചു കൊടുത്ത് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷികളാകുവാൻ, അമ്മ നൽകുന്ന ഔദാര്യത്തിന് കാലത്തെ അതിജീവിച്ച് നിലനിർത്തുവാൻ അമ്മ സഹായിക്കുമെന്ന്. ഈ മകൾ ഇന്ന് നഴ്സിംഗ് പഠനം പൂർത്തീകരിച്ച് മറ്റൊരു മകൾ നഴ്സിംഗ് പഠനം 2ാമത്തെ വർഷം എത്തിച്ചേർന്ന് ഈ അൾത്താരയിൽ സന്തോഷത്തോടെ കരംകുപ്പി നിൽക്കുമ്പോൾ അമ്മ മാതാവിനോട് പറയുവാൻ നന്ദി മാത്രമേ ഉള്ളൂ. ലോണൊന്നും എടുക്കാതെ അമ്മ മാതാവ് ഒരുക്കിയ വഴികളിലൂടെ
അമ്മ മാതാവ് അറിഞ്ഞു സ്നേഹിച്ച മനുഷ്യരുടെ കാരുണ്യ പ്രവൃത്തിയിലൂടെ ഒരു മകളെ പഠിപ്പിച്ചെടുക്കുവാൻ ഈ നാളുകളിൽ ഉടമ്പടി ജീവിതത്തിലൂടെ അമ്മയെ സഹായിച്ചുവെന്നതാണ് ഈ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത. വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ ദൈവമഹത്വം ദർശിക്കുമെന്ന് വചനത്തിൽ നാം വായിക്കുന്നുണ്ട്. വിശ്വസിച്ച് ശരണപ്പെട്ട ദൈവസന്നിധിയിൽ ചോദിച്ചാൽ അവിടുന്ന് കരം തുറന്ന് മനം തുറന്ന് ജീവിതത്തെ അനുഗ്രഹിക്കും വിധം കൂടെ നിൽക്കുമെന്ന് ഈ കുടുംബം ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഈ അമ്മയ്ക്കും മകൾക്കും കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് വിജയക്ക് സ്തുതിയായിരിക്കട്ടെ. കൃപാസന മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി കരയറ്റുന്നു. അമ്മയുടെ പ്രതിഷീകരണത്തിൻ്റെ സാക്ഷിയായി നിൽക്കാൻ എന്നെയും എൻ്റെ കുടുംബത്തിനെയും അവിടുന്ന് അനുഗ്രഹിച്ചതിനായി നന്ദി പറയുന്നു. എൻ്റെ പേര് ലീന പാപ്പച്ചൻ. ഇതെൻ്റെ ഹസ്ബൻഡ് വിനീത്, 2 മക്കൾ ലെവിനിയ, ലെവിലിൻ. ഞങ്ങൾ വരുന്നത് മരുതപ്പൻ പള്ളിയിൽ നിന്നാണ്. ഞാൻ BSc നേഴ്സാണ്. ഞാൻ നേഴ്സായിട്ട് കുവൈറ്റിൽ വർക്ക് ചെയ്തിരുന്നു. കോൺട്രാക്റ്റ് ആയതുകൊണ്ട് കോൺട്രാക്റ്റ് ഫിനിഷ് ആകുമ്പോൾ അവിടെ നിന്ന് പോരേണ്ടതായ ഒരു അവസ്ഥയുണ്ടായിരുന്നു. സാമ്പത്തികമായും കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ കോൺട്രാക്റ്റ് ഫിനിഷായതിനു ശേഷം OET ഒക്കെ എഴുതി UK പോവാം എന്നൊക്കെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കെ നാട്ടിൽ റിസൈൻ ചെയ്ത് വരുമ്പോൾ ഒരു ഭവനം വേണം ആഗ്രഹമുണ്ട്. സാമ്പത്തികമായിട്ട് ഭവനം ചെയ്യാൻ കഴിയുമെന്നറിയില്ല. പക്ഷെ അമ്മ അവിടെ ഇടപെട്ട് ഇരിക്കുകയാണ്. ആദ്യമായിട്ട് ഞാൻ കൃപാസനത്തെ പറ്റി അറിയുന്നത് എൻ്റെ ഹസ്ബൻഡ് ഫേസ്ബുക്കിൽ യൂട്യൂബിൽ സാക്ഷ്യങ്ങൾ കേട്ട്, എന്നിട്ട് ഹസ്ബൻഡ് എന്നോട് പറഞ്ഞ്, നീ യൂട്യൂബിൽ കൃപാസനത്തെ പറ്റി സാക്ഷ്യങ്ങൾ കേൾക്ക്, നിനക്ക് എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ നീ അത് വെച്ച് പ്രാർത്ഥിക്കുക, അപ്പോൾ അമ്മ അവിടെ അത്ഭുതം ചെയ്യുമെന്ന് പറഞ്ഞ് ഞാൻ ആ വിഷയങ്ങളെ ഓൺലൈനിൽ ലൈറ്റ് എ ക്യാൻഡിൽ പ്രയർ ഇടുക, ലൈറ്റ് എ ക്യാൻഡിൽ പ്രയറിൽ റിക്വസ്റ്റ് വെക്കുക ചെയ്തു. അതിൽ അമ്മ എനിക്ക് ഞാൻ റിക്വസ്റ്റ് വെക്കുമ്പോൾ തന്നെ എനിക്ക് പെട്ടെന്ന് ഒരു ഭവനത്തിന് വേണ്ടിയുള്ള അറേഞ്ച് ചെയ്ത് തന്നു. പെട്ടെന്ന് എനിക്ക് ഒരു 13 സെൻറ്റ് സ്ഥലവും വീടും കൂടെ ചേർന്ന് ഒരു ഭവനം അമ്മ എനിക്ക് ആക്കി തന്നു. അതിന് അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി കരയറ്റുന്നു. കൂടാതെ ഞാൻ കോൺട്രാക്റ്റ് ഫിനിഷായി നാട്ടിലേക്ക് വരാൻ തീരുമാനിച്ചു. നാട്ടിലേക്ക് വന്നപ്പോൾ ഇവിടെ വന്ന് അമ്മയ്ക്ക് നന്ദി കരയറ്റി. ഞാൻ പറഞ്ഞു, അറിയാതെ ഒക്കെ എന്തൊക്കെയാണോ അമ്മയിൽ ഞാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചത് അതൊക്കെ എനിക്ക് അമ്മ നടത്തി തന്നു. ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് പോയപ്പോൾ അമ്മ, ഞാൻ തീർത്ഥാടന ഉടമ്പടി ഇവിടെ എടുത്തു. 20 സെപ്റ്റംബർ 2025 24 തീർത്ഥാടന ഉടമ്പടി എടുക്കുകയും എടുത്തിട്ട് പോകുമ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ കയ്യിലൊരു ചെറിയ മുഴ വന്നു. ഞാൻ കൃപാസനത്തിൽ തൈലം തൂത്ത് കഴിഞ്ഞപ്പോൾ അത് പൂർണ്ണമായി അത് ഇല്ലാതാവുകയാണ് ചെയ്യുകയുണ്ടായത്. കൂടാതെ ഞങ്ങൾ ഭവനം ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം കൂദാശ നടത്തി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം അവിടുത്തെ കിണറിനകത്ത് മണ്ണെണ്ണയുടെ സ്മെല്ലുണ്ടായി. ഞങ്ങളത് ലാബിൽ കൊണ്ടുപോയി ടെസ്റ്റിന് കൊടുത്തപ്പോൾ അവർ പറഞ്ഞ് അത് കുഴപ്പമൊന്നുമില്ല എന്ന്. ഞാനത് കഴിഞ്ഞ് തിരിച്ച് ഇവിടെ വന്ന് അമ്മയോട് പറഞ്ഞ് പ്രാർത്ഥിച്ചതിന് ശേഷം അത് ഞാൻ വിഷയം വെച്ചു. ഇവിടുത്തെ വെള്ളവും ഉപ്പും കൊണ്ടുവന്ന് അവിടുത്തെ കിണറ്റിൽ ഇടുകയും അടുത്ത ദിവസം തന്നെ അതിൽ ആ സ്മെല്ല് മാറുകയും ഞങ്ങൾക്ക് പിന്നെ അതിന് ശേഷം ഇതുവരെ ആ വെള്ളത്തിൽ അങ്ങനെ ഒരു സ്മെല്ലുണ്ടാവുകയുണ്ടായില്ല. കൂടാതെ ആ ദേശത്ത് ഞങ്ങൾ ചെന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തൊട്ട് വീടിൻ്റെ പരിസരത്തൊക്കെ ചെറിയ ചെറിയ ഒച്ചുകൾ, ആഫ്രിക്കൻ ഒച്ചുകളെന്ന് പറയാം, അത് വരികയുണ്ടായി. എല്ലാ ചെടികളും ഇതുമെല്ലാം നശിപ്പിക്കുകയായിരുന്നു. വീട് പരിസരത്തും ഒക്കെ. അങ്ങനെ ഞാൻ ഈ കൃപാസനത്തിലെ ഉപ്പ് അവിടെ ഇടുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി ഇപ്പോൾ 3 വർഷമായിട്ട് വീടിന് ചുറ്റുമോ പരിസരത്തോ എങ്ങും ഈ ഒച്ചിൻ്റെ ഒരു ശല്യം ഉണ്ടാകുന്നില്ല. ദൈവത്തിന് ഈശോയ്ക്കും അമ്മയ്ക്കും കോടാനുകോടി നന്ദി കരയറ്റുന്നു.
കൂടാതെ ഞാൻ OET എക്സാം കോൺട്രാക്റ്റ് ഫിനിഷായി കഴിഞ്ഞതിന് ശേഷം ഞാൻ OET എക്സാം എഴുതി. അപ്പോൾ എനിക്ക് C+ ഉണ്ടായിരുന്നുള്ളൂ. അത് UK പോകാൻ വേണ്ടി ആഗ്രഹിച്ചത്. ഞാൻ ഈ നാട്ടിൽ വന്നിട്ട് OET പഠിച്ച് എങ്ങോട്ടെങ്കിലും പോകണം എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് വന്നു കഴിഞ്ഞ് അത് എക്സാമിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഡേറ്റ് എടുത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ന്യൂസ് പേപ്പറിൽ ഒഡേപ്പയ്ക്കിൽ നേഴ്സുമാരുടെ റിക്രൂട്ട്മെൻറ്റ് കണ്ടു. ഞാൻ ഓൾറെഡി OET C+ ഗ്രേഡ് ഉള്ളതുകൊണ്ട് ഞാൻ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, നീ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്ക്, ചിലപ്പോൾ നിനക്കത് പ്രയോജനമാകുന്ന അപ്ലൈ ചെയ്യാൻ പറഞ്ഞു. അപ്ലൈ ചെയ്തു. പിറ്റേ ദിവസമായിരുന്നു അതിൻ്റെ ഇൻ്റർവ്യൂ. ഞങ്ങൾ അവിടെ പോയി. ഞാൻ ചെന്നപ്പോൾ അവർ എൻ്റെ C+ ആ സ്കോർ കണ്ടപ്പോൾ പറഞ്ഞു, കുഴപ്പമില്ല, നിനക്ക് ആദ്യം തന്നെ കയറാം. ഞാൻ കയറി. എനിക്ക് കയറുമ്പോൾ എനിക്ക് തന്നിരുന്ന നമ്പർ 7 ആയിരുന്നു. അമ്മയുടെ കാശ് രൂപം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ വേറെ ഒന്നും പ്രിപ്പയർ ചെയ്തില്ല എക്സാമിന്. നേഴ്സിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് കുറച്ച് ക്വസ്റ്റ്യൻസും അതുമൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിപ്പോയതേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ അവിടെ ഇൻ്റർവ്യൂവിന് ചെന്നിരുന്നപ്പോൾ എന്നോട് കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ ചോദിച്ചു. അതൊക്കെ പറഞ്ഞു. അവർ പറഞ്ഞു, ഓക്കെ, നീ സെലക്റ്റഡ് ആണ്, നീ ഒഡേപ്പയ്ക്കിൻ്റെ ഇതിൽ നിനക്ക് ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ അതിൽ സെലക്ട് ആവുകയും ഞാൻ അതിൽ ജോയിൻ ചെയ്യുകയും ചെയ്തു. അങ്ങനെ എന്നെ എറണാകുളത്ത് കച്ചേരിപ്പടി ലോസ് ആൻഡേഴ്സിൽ എനിക്ക് ജോയിൻ ചെയ്യാൻ കഴിഞ്ഞു. അവിടെ പഠിക്കാൻ കഴിഞ്ഞു. ഞാൻ അമ്മ തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നു. കൂടാതെ ഞാൻ ജർമ്മൻ B1 A1 A2 ക്ലിയർ ചെയ്തു. എക്സാം കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോൾ ഹസ്ബൻഡിന് ഫുഡ് പോയ്സൺ ഉണ്ടായി. ഞങ്ങൾ പ്രതിഷീകരണ പ്രാർത്ഥന രാവിലെ 5:00-ക്കും വൈകുന്നേരം 5:00-ക്കും ഉള്ള പ്രാർത്ഥന ഞങ്ങൾ ചൊല്ലുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. ഹസ്ബൻഡിന് ഫുഡ് പോയ്സൺ ഉണ്ടായപ്പോൾ ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ച് എന്താ ചെയ്യുക, ഹോസ്പിറ്റലിൽ പോകണം, അഡ്മിറ്റായി. ഞങ്ങൾ ഒത്തിരി പ്രാർത്ഥിച്ചു. ഹോസ്പിറ്റലിൽ ചെന്ന് അഡ്മിറ്റായപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ പ്ലേറ്റ്ലെറ്റിൻ്റെ കൗണ്ട് കുറയുന്നു. ഡോക്ടർ ഓരോ ദിവസവും വന്ന് ടെസ്റ്റ് ചെയ്യുമ്പോൾ വാല്യൂ കുറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. എന്ത് ചെയ്യണമെന്നറിയത്തില്ല. അവർ ആൻറ്റിബയോട്ടിക് മാറ്റി വെച്ചു. ഞാൻ പ്രാർത്ഥിച്ചു. വൈകുന്നേരത്തെ പ്രാർത്ഥനയിൽ വിഷയം വെച്ച് പ്രാർത്ഥിച്ചു. രാവിലെ അച്ഛൻ്റെ പ്രതിഷീകരണ പ്രാർത്ഥനയിൽ അച്ഛൻ പറയുകയുണ്ടായി പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഞാൻ അതിലും വിഷയം വെച്ച് പ്രാർത്ഥിച്ചു. ഈശോയുടെയും അമ്മയുടെയും അനുഗ്രഹം കൊണ്ട് ആ പ്ലേറ്റ്ലെറ്റിൻ്റെ കൗണ്ട് കൂടുകയും ഒരാഴ്ച കൊണ്ട് തന്നെ ഡിസ്ചാർജ് ആവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. കൂടാതെ ഞാൻ B2-ൻ്റെ എക്സാമിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ B2 ഫസ്റ്റ് എക്സാം എഴുതിയപ്പോൾ ആദ്യം എനിക്ക് കുറച്ച് പ്രയാസമായിരുന്നു. ആദ്യം എല്ലാം അമ്മയിൽ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചു. B2 എക്സാം എഴുതുമ്പോൾ സ്പീക്കിങ്ങിന് എനിക്ക് നല്ല ടഫായിരുന്നു. പറയാൻ പറ്റുമോ ഇല്ലേ, ആകെ ടെൻഷനായിരുന്നു. എല്ലാം നല്ല ടെൻഷനുള്ള ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരാളെ ഫേസ് ചെയ്യുമ്പോൾ ഞാൻ എങ്ങനെ പറയുമെന്നുള്ള ടെൻഷനായിരുന്നു. അവിടെ ചെന്നിരുന്ന് സ്പീക്കിങ്ങിനിരിക്കുമ്പോൾ എനിക്ക് എൻ്റെ പാർട്ട്ണറായി എനിക്ക് കിട്ടിയിരുന്നത് എൻ്റെ റൂംമേറ്റിനെയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് നന്നായിട്ട് പറയാൻ കഴിഞ്ഞു, നല്ല മാർക്ക് മേടിക്കാൻ കഴിഞ്ഞു. അമ്മ അവിടെ എനിക്ക് ആ കുട്ടിയെ തന്നതിനും അമ്മ എനിക്ക് എൻ്റെ കൂടെ ഇരുന്നതിനും കോടാനുകോടി നന്ദി കരയേറ്റുന്നു. കൂടാതെ ഞാൻ B2 ബാക്കി ലിസണിങ്, റീഡിങ്, റൈറ്റിങ് അതിലെനിക്ക് മാർക്ക് കുറഞ്ഞു. ഞാനത് സമർപ്പിച്ച് പ്രാർത്ഥിച്ച് രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ എഴുതുമ്പോൾ എല്ലാം പഠിക്കേണ്ടതൊക്കെ പഠിക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. അപ്പോഴേക്കും എനിക്ക് ഡേറ്റ് വന്നു. എക്സാം എഴുതുമ്പോൾ ഓൾമോസ്റ്റ് കുറച്ചൊക്കെ കറക്റ്റായപ്പോൾ ഞാൻ വിചാരിച്ചു പാസ്സാവുമായിരിക്കുന്നു. അത് എനിക്കങ്ങ് റിസൾട്ട് വന്നപ്പം അതിനെനിക്ക് കിട്ടിയില്ല. അതെനിക്ക് സഹിക്കാൻ പറ്റിയില്ല. പൂർണ്ണമായി ഞാനങ്ങ് തകർന്ന് ഒഡേപ്പയ്ക്കിലെ എക്സാം എഴുതുമ്പോൾ 3 അറ്റംപ്റ്റാണ് ഉള്ളത്. 3ാമത്തെ അറ്റംപ്റ്റും കൂടെ ഉള്ളൂ ഇനി ചാൻസ്. അത് എഴുതി ക്ലിയർ ചെയ്തില്ലെങ്കിൽ ഇനി എന്ത് ചെയ്യുമെന്നുള്ള ക്വസ്റ്റ്യനായി. ഞങ്ങൾ എന്ത് ചെയ്യണമെന്നറിയത്തില്ല. ഇനി എഴുതാൻ പോകുന്നത് 3ാമത്തെ അറ്റംപ്റ്റ്. എന്തായാലും പാസ്സായി മതിയാവും. പൂർണ്ണമായി ഞാൻ സമർപ്പിച്ചു. ഇവിടെ തീർത്ഥാടന ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ ഞാനത് വിഷയം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അമ്മ എന്നെ ശക്തിപ്പെടുത്തി. ഞാനിവിടെ ജോസഫ് അച്ഛൻ്റെ അടുത്തുനിന്ന് ബ്ലെസ്സിങ് വാങ്ങി പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്തു. കൂടുതലായി പ്രാർത്ഥിച്ചു. ബൈബിള് കൂടുതൽ വായിച്ചു. ജപമാല ചൊല്ലി എല്ലാം പൂർണ്ണമായി ഞാൻ വിട്ടുകൊടുത്തു. എന്നെ പൂർണ്ണമായി സമർപ്പിച്ചു. ഞാൻ കുമ്പസരിച്ചു, കുർബാന സ്വീകരിച്ചു, ഡെയിലി കുർബാനയ്ക്ക് പോയി. പ്രാർത്ഥിക്കുന്നത് ഓരോ കാര്യങ്ങളെയും ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്നെ പഠിപ്പിക്കാൻ വേണ്ടി എൻ്റെ കൂട്ടുകാരെ മാതാവ് എനിക്ക് അറേഞ്ച് ചെയ്ത് തന്നു.
എന്നെ ഫോൺ വിളിച്ച് എനിക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടി എൻ്റെ മാതാവ് എനിക്ക് ഓരോ കൂട്ടുകാരെ തന്നു. അതിനായി കോടാനുകോടി നന്ദി കരയറ്റുന്നു. എക്സാം എഴുതാൻ പോകുന്നതിന് മുന്നേ പൂർണ്ണമായും സമർപ്പിച്ച് കുമ്പസരിച്ച് ഞാൻ അവിടെ പോവുകയും പോകുമ്പോൾ കാശ് രൂപം കയ്യിലെടുത്ത് ഉപ്പ് ഞാൻ ഉപയോഗിച്ച് തൈലം പൂശി വിശ്വാസ പ്രമാണം ചൊല്ലി യൂട്യൂബിലെ ധ്യാനങ്ങൾ കൂടി ഡെയിലി ബ്രെഡ് കൂടി എല്ലാം ചെയ്ത് ഞാൻ പോയി എക്സാം അറ്റൻഡ് ചെയ്തു. എൻ്റെ മാതാവ് എനിക്ക് ആദ്യം തൊട്ട് അവസാനം വരെയും എൻ്റെ കൂടെ എക്സാമിന് കൂടെ ഇരുന്നു. എല്ലാത്തിനും നല്ലപോലെ ആൻസർ ചെയ്യാൻ കഴിഞ്ഞു. എനിക്ക് നന്നായി എക്സാം എഴുതുവാനും നല്ല മാർക്ക് വാങ്ങുവാനും അമ്മ എന്നെ അനുഗ്രഹിച്ചു. ഞാൻ കൂടാതെ ഈ എക്സാമിന് വേണ്ടി ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു, ആഗ്രഹിച്ചു. ഈ 2025 ഡിസംബറിനുള്ളിൽ എനിക്ക് ഈ എക്സാം ക്ലിയർ ചെയ്യണം. പക്ഷേ വിഷയം വെച്ച് ഞാൻ എഴുതി വെച്ചു 2025 ഡിസംബർ 22-ാം തീയതി എനിക്ക് 23-ാം തീയതി എനിക്ക് എക്സാം എഴുതണം, അത് ക്ലിയർ ചെയ്യണമെന്ന് ഞാൻ വിഷയം വെച്ച് പ്രാർത്ഥിച്ചു. അമ്മ അങ്ങനെ ഇരിക്കുമ്പോൾ ഡിസംബർ 5-ാം തീയതി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോണ്ടിസ് വന്നു. അപ്പോൾ അത് കാരണം അവിടുന്ന് ഹോസ്റ്റൽ അടച്ചു, വീട്ടിൽ പോകാൻ പറഞ്ഞു. പിന്നെ ഇനി എന്ത് ചെയ്യും, എക്സാമിന് ഡേറ്റ് വരത്തില്ല, എക്സാം എഴുതാൻ പറ്റത്തില്ല. ഞാൻ വിഷയം വെച്ച് പ്രാർത്ഥിച്ചു. മാതാവ് എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല, ഇനി ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണോ എനിക്ക് എൻ്റെ പ്രാർത്ഥന കേൾക്കാത്തത്, എല്ലാം ആകെ സങ്കടമായിരുന്നു. ഞാൻ വിഷയം വെച്ച് പിന്നെയും പ്രാർത്ഥിച്ചു. അങ്ങനെ 16-ാം തീയതി രാവിലെ ഞാൻ പഠിക്കാൻ വേണ്ടി ഇരുന്നപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഞാൻ വിഷയം വെച്ചത് അമ്മയോട് ഞാൻ പറഞ്ഞതാണ് എൻ്റെ കാര്യങ്ങൾ, എന്നിട്ട് എന്താ എനിക്ക് ഡേറ്റ് എടുക്കാൻ സമയം പോലും തരാതെ എനിക്ക് തന്നില്ലല്ലോ എന്നൊക്കെ ഞാൻ പ്രാർത്ഥിച്ച് കുറച്ച് നേരം കഴിഞ്ഞ് വൈകുന്നേരം ഒരു 5 മണിയൊക്കെ ആയപ്പോൾ എനിക്ക് മെസ്സേജ് വന്നിരിക്കുന്നു, നിങ്ങൾക്കൊരു എക്സാമിൻ്റെ ഡേറ്റ് വന്നിട്ടുണ്ട്, ഡിസംബർ 22-ാം തീയതി നിങ്ങളുടെ എക്സാം ആണെന്ന്. ഞാനത് കണ്ട് ദൈവമേ, ഞാൻ മാതാവിനോട് ഞാൻ പറഞ്ഞു, അമ്മ എൻ്റെ പ്രാർത്ഥന കേട്ടു, എൻ്റെ ആവശ്യം അമ്മ കണ്ടു, എന്തായാലും ഞാൻ എക്സാം എഴുതും, പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും ഞാൻ പാസ്സാവുമെന്ന് ഉറച്ച് വിശ്വസിച്ചു. ഞാൻ പോയി എക്സാം എഴുതി, നല്ലതുപോലെ എനിക്ക് എക്സാം എഴുതാൻ കഴിഞ്ഞു. അമ്മ എൻ്റെ കൂടെ ഇരുന്നു, നല്ല വിജയം തന്നു. അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി കരയറ്റുന്നു. ഞാൻ എല്ലാ മാസവും ഇവിടെ വന്ന് പത്രം മേടിക്കുകയും ഓട്ടോ സ്റ്റാൻഡിലും പൊതുമേഖലാ സ്ഥലങ്ങളിലും അക്രൈസ്തവരായ ആൾക്കാർക്കും ഒക്കെ കൊണ്ടുവന്ന് പത്രം കൊടുക്കുകയും എനിക്ക് കിട്ടിയ അനുഭവങ്ങളും മറ്റുള്ളവർക്ക് കിട്ടിയ അനുഭവങ്ങളും ഒക്കെ ഞാൻ അവരോട് പറയാറുണ്ട്. കൂടാതെ കാരുണ്യ പ്രവർത്തികളായിട്ട് സഹായം അഭ്യർത്ഥിച്ച് വരുന്നവർക്ക് എന്നെക്കൊണ്ട് കഴിയാവുന്ന സഹായങ്ങൾ ഞാൻ ചെയ്യാറുണ്ട്. കൂടാതെ ആശുപത്രികളിലും പൊതിച്ചോറുകൾ കൊണ്ട് കൊടുക്കുവാനും ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് കിട്ടുന്ന അമ്മയുടെ ലോക്കറ്റ് അങ്ങനെയൊക്കെ ആവശ്യമുള്ളവർക്ക് കൊണ്ട് കൊടുക്കാറുണ്ട്. എല്ലാ ദിവസവും തന്നെ കുർബാനയിൽ പങ്കെടുക്കാൻ ശ്രമിക്കും, പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥനയിൽ പങ്കെടുക്കാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. കുട്ടികളെ കൂടുതലായി വിശ്വാസത്തിൽ വളർത്തുവാൻ അമ്മ മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു. കൂടാതെ എനിക്ക് മറ്റൊരു അനുഭവം ഉണ്ടായത്, ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച സമയത്ത് എനിക്ക് പീരീഡ്സ് ഇറഗുലർ ആയിരുന്നു. അപ്പോൾ ഞാൻ ആ വിഷയം ഞാൻ ഒരു ഈവനിങ്ങിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജപമാല ചൊല്ലി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പേഴ്സണൽ പ്രയർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പേഴ്സണൽ പ്രയറിൽ ഞാനിങ്ങനെ പറഞ്ഞു, അമ്മ എൻ്റെ പീരീഡ്സ് ഇറഗുലറാണ്, അമ്മ എനിക്ക് സൗഖ്യം തരണം, എനിക്ക് ഹോസ്പിറ്റലൊന്നും പോകണ്ട, അമ്മ എനിക്ക് സൗഖ്യം തന്നാൽ മതി, ഞാൻ എല്ലാ കാര്യവും അമ്മയോടാണ് പറയാറ്, എനിക്ക് സൗഖ്യം തരണമെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. അന്ന് അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ മെഴുകുതിരി അങ്ങ് മാതാവിൻ്റെ രൂപത്തിലായി മാറി. അടുത്ത ദിവസം തന്നെ എനിക്കത് പീരീഡ്സ് ആവുകയാണ് ഉണ്ടായത്. പിന്നെ ഇതിന് ശേഷം എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടില്ല. എല്ലാ ദിവസവും തന്നെ ഡെയിലി ബ്രെഡ് കാണാറുണ്ട്, അത് ഷെയർ ചെയ്യാറുണ്ട്. യൂട്യൂബിൽ അച്ഛൻ്റെ ധ്യാനങ്ങൾ കൂടാറുണ്ട്. ഇത്രയേറെ അനുഗ്രഹങ്ങൾ നൽകിയ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി അറിയിക്കുന്നു. ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നെ കാത്തു രക്ഷിക്കുന്നു. നിന്നെ ഈ നാട്ടിലേക്ക് തിരികെ കൊണ്ടുവരാനും നിന്നോട് പറഞ്ഞതൊക്കെ നിറവേറ്റുന്നത് വരെ ഞാൻ നിന്നെ കൈവിടുകയില്ല. 8-ാം അധ്യായം 15-ാം വചനമാണ്. ഈ മകൾ പറഞ്ഞതുപോലെ ആദ്യം ഒരു ഭവനത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്. ഈശോയെയും അമ്മയും അറിയുന്നതും ഈശോയും അമ്മയും അറിയാതെ ഒന്നും നടക്കില്ല. വെറും ഒരു ഫേസ്ബുക്കിൽ കൂടിയാണ് സാക്ഷ്യങ്ങൾ കണ്ട് ഹസ്ബൻഡ് വൈഫിനോട് പറഞ്ഞ്
ഉടമ്പടിയെ പറ്റിയും കൃപാസനത്തെ പറ്റിയും. അങ്ങനെയാണ് അവർ ഇവിടെ വരികയും ഉടമ്പടി എടുക്കുകയും ചെയ്തത്. ആദ്യം ഓൺലൈൻ ഉടമ്പടിയാണ് എടുത്തത്, പിന്നീട് വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു. ഭവനം എന്നൊരു സ്വപ്നമുണ്ടായിരുന്നു. ഉടമ്പടി എടുത്ത ഉടനെ ഇവർക്ക് അത് സാധ്യമെന്ന് തോന്നിയ കാര്യമായിരുന്നു. പെട്ടെന്ന് തന്നെ 13 സെൻറ്റ് സ്ഥലം വാങ്ങിക്കാനും ഒരു നല്ലൊരു ഭവനം നിർമ്മിക്കുവാനും സാധിച്ചു എന്നാണ് ഇവർ സാക്ഷ്യപ്പെടുത്തിയത്. പിന്നീടുണ്ടായിരുന്നത് ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് കിണറ്റിലെ വെള്ളം മണ്ണെണ്ണ സ്മെല്ലായിരുന്നു, യൂസബിൾ അല്ലായിരുന്നു. അതുകൊണ്ട് അവർ ഉടമ്പടി വസ്തുക്കളായ ഉടമ്പടി ഉപ്പിട്ടാണ് പ്രാർത്ഥിച്ചത്. വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി വിട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം ആ കിണറ്റിലെ വെള്ളം കുടിക്കുവാനും വീട്ടുകാര്യങ്ങൾക്കെല്ലാം യൂസ് ചെയ്യാനായിട്ടുള്ള തെളിഞ്ഞ വെള്ളം കിട്ടാനിടയായി. പിന്നീട് പറഞ്ഞ ഒച്ചിൻ്റെ ഒരു ശല്യമായിരുന്നു. അതും ഉടമ്പടി വസ്തുക്കളിൽ പ്രാർത്ഥന ചൊല്ലി ഉപയോഗിച്ചതിന് ശേഷമാണ് 3 വർഷമായിട്ട് ഒച്ചിൻ്റെ ശല്യമില്ല എന്ന് പറയുന്നത്. പിന്നീട് പറഞ്ഞ മകളുടെ ഒരു എക്സാമിൻ്റെ കാര്യമാണ്. ഓരോ എക്സാമിൻ്റെ സമയത്തും പെട്ടെന്ന് ബുദ്ധിമുട്ടും നിരാശപ്പെടുകയും വരികയും, പക്ഷേ പെട്ടെന്ന് തന്നെ അവിടുന്ന് ഉയർത്തെഴുന്നേറ്റ് വീണ്ടും നല്ല ഊർജ്ജത്തോടെ എക്സാമിന് പോകാനും അമ്മയുടെ സാന്നിധ്യം മനസ്സിലാക്കാനും സാധിച്ചെന്നാണ്. എക്സാമിന് പോയപ്പോൾ സീരിയൽ നമ്പറായിട്ട് 7 കിട്ടിയപ്പോൾ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം മനസ്സിലാക്കാനും, ജർമ്മൻ എക്സാമിനും OLT എക്സാമിനും എല്ലാ എക്സാമിന് പോയപ്പോഴും അമ്മയുടെ സാന്നിധ്യം മനസ്സിലാക്കാൻ സാധിച്ചെന്നാണ് ഈ മോൾ പറഞ്ഞത്. പിന്നീടുണ്ടായിരുന്ന ഒരു വലിയ രോഗസൗഖ്യമാണ്. ഹസ്ബൻഡ് ഫുഡ് പോയ്സൺ ആയിരുന്നു. അത് വളരെ വിഷമത്തോടെ പ്ലേറ്റ്ലെറ്റ് കുറഞ്ഞപ്പോൾ ഈശോയുടെ അമ്മയുടെ കനിഞ്ഞു നൽകിയ ഒരു രോഗസൗഖ്യമാണിത്. പിന്നീട് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം മനസ്സിലാക്കിയത് ഡേറ്റിട്ട് പ്രാർത്ഥിച്ചപ്പോൾ മെഴുകുതിരിയിലുമാണ് അമ്മയുടെ രൂപം തെളിഞ്ഞു വന്നത്. നമ്മുടെ ജീവിതത്തിലും കൃപാസന അമ്മയുടെ കരങ്ങൾ പിടിച്ച് ദൈവസാന്നിധ്യം മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഒരിക്കലും നമ്മൾ ഒറ്റയ്ക്കല്ല എന്നൊരാശ്വാസവും ജീവിതം മുന്നോട്ട് നയിക്കാൻ ധൈര്യം ലഭിക്കുന്ന ഒരമ്മയാണ്, ധൈര്യം തരുന്ന ഒരമ്മയാണ് നമ്മുടെ കൂടെയുണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാം. നമ്മെ ഈ അനുഭവങ്ങളിലേക്ക് നയിക്കുന്നത് പരിശുദ്ധ അമ്മയാണ്. ഈശോയുടെ കരം പിടിച്ച് നമുക്കും ഈ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാം. ലീന പാപ്പച്ചനും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. വിരഹിതമായ ആൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയുവാനും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി ഉയർത്തിയതിനും അമ്മയ്ക്കും തിരുക്കുമാരനും ആദ്യമേ തന്നെ 1000 നന്ദി. എൻ്റെ പേര് സിജോ, ഭാര്യ ഷിക, മകള് എവേന. ഞങ്ങൾ 4.5 വർഷമായിട്ട് UK യിലായിരുന്നു. ഞങ്ങൾ ആദ്യമായിട്ടാണ് UK പോയിട്ട് നാട്ടിലേക്ക് വരുന്നത്. കഴിഞ്ഞ ആഴ്ചയാണ് വന്നത്. അപ്പോൾ ഞങ്ങൾ വൈഫ് സ്റ്റുഡൻറ്റ് വിസയിലാണ് UK യിലേക്ക് പോയത്. അപ്പോൾ ആദ്യത്തെ 1 വർഷം പഠനം കഴിഞ്ഞ് ചെറിയ ജോലിയൊക്കെ ചെയ്താണ് ഞങ്ങളവിടെ ജീവിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷം നല്ലൊരു ജോലിക്ക് വേണ്ടി ഞങ്ങൾ 2 പേരും ശ്രമിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വൈഫിൻ്റെ മമ്മി ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഉടമ്പടിയിൽ ഒരു നിയോഗം, മമ്മിയുടെ നിയോഗമായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് വൈഫിന് നല്ലൊരു ജോലി ലഭിക്കണമെന്നായിരുന്നു. ബേസിക്കലി അവളൊരു ടീച്ചിങ് പ്രൊഫഷനിലാണ് ഉണ്ടായിരുന്നത് നാട്ടിൽ. അപ്പോൾ ഞങ്ങൾ 1 വർഷം കഴിഞ്ഞ് സ്റ്റേ ബാക്കിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ ചെറിയൊരു പാർട്ട് ടൈം ജോലിയായിട്ട് അവിടുത്തെ ഒരു കോളേജിൽ പഠിപ്പിക്കാനായിട്ട് ലഭിച്ചു. അതിനുശേഷം ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ വേറൊരു കോളേജിലൊരു ഫുൾ ടൈം ജോലിയായിട്ട് ലഭിച്ചു. പെർമനൻ്റ് അല്ല, ഒരു ഫുൾ ടൈം ജോലിയായിട്ട് ലഭിച്ചു. അപ്പോൾ അങ്ങനെ, എന്നാലും വലിയ അധികം ശമ്പളമൊന്നും ഉണ്ടായിരുന്നില്ല, വലിയൊരു ഇൻസ്റ്റിറ്റ്യൂഷനും ആയിരുന്നില്ല. അപ്പോൾ അത് കാരണം ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതിനുശേഷം അപ്പോൾ അമ്മമ്മി ഒരു ദിവസം വിളിച്ച് പറഞ്ഞു, എൻ്റെ ഉടമ്പടി തീരാറായി, ഇന്ന് തീരുന്ന ദിവസമാണ്, അപ്പോൾ മാതാവ് ഇതുവരെയും ഒന്നും ചെയ്ത് തന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ തലേ ദിവസം ഇവളൊരു യൂണിവേഴ്സിറ്റി ഓഫ് സസെക്സിൽ ഇൻ്റർനാഷണൽ സ്റ്റഡീസ് സെൻറ്ററിലേക്ക് ഒരു IT ടൂറുടെ വേക്കൻസിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസം തന്നെ അവിടെ നിന്ന് ഒരു ഇൻ്റർവ്യൂ കോൾ വരികയും പിറ്റേ ദിവസം തന്നെ ഇൻ്റർവ്യൂ നടത്തുകയും അന്ന് തന്നെ അവർ വിളിച്ചിരുന്നു, തിരിച്ച് സെലക്ഷൻ ആയിട്ടുണ്ട്, ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം, എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാം. അപ്പോൾ ഞങ്ങൾക്ക് അന്ന് തന്നെ വിളിക്കാൻ പറ്റിയില്ലെങ്കിലും പിറ്റേ ദിവസം ഞങ്ങളവർ കോൺടാക്റ്റ് ചെയ്തു. എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ നടന്നു. ഞങ്ങൾ ആദ്യം താമസിച്ചിരുന്നത് വെംബ്ലി എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾക്ക് യൂണിവേഴ്സിറ്റി ഉള്ളത് ബ്രൈറ്റൺ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഒരു 3 മണിക്കൂർ യാത്ര അവിടെ നിന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ പോയി വീട് എടുക്കണം, 1 ആഴ്ച കൊണ്ട് 1.5 ആഴ്ച കൊണ്ട് ഇതെല്ലാം ചെയ്യണം. അവിടെ വീടെടുക്കുകയെന്ന് പറഞ്ഞാൽ ഒരു വാടകയ്ക്കൊരു വീടെടുക്കുകയെന്ന് പറഞ്ഞാൽ നമ്മൾ പോയി ഇത് നോക്കണം, വീട് നോക്കണം. ഏജൻസിക്കാരത് നമ്മുടെ ഇതെല്ലാം വെച്ച് ലാൻഡ് ലോഡിന് കൊടുത്തിട്ട്
അവർ ഇത് ചെയ്താൽ മാത്രമേ, അവർ എഗ്രി ചെയ്താൽ മാത്രമേ നമുക്ക് ആ വീട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഓൺലൈനായിട്ട് തന്നെ ഇതെല്ലാം അപ്ലൈ ചെയ്തു. ഓൺലൈനായിട്ട് തന്നെ ഞങ്ങൾ പല വീടുകളുടെയും ഫ്ലാറ്റുകളുടെയും ഒക്കെ ഇത് കണ്ടു, ഞങ്ങൾ നോക്കി. അതിനുശേഷം ഞങ്ങൾ ഏജൻസിയോട് പറഞ്ഞു ഞങ്ങൾക്ക് വരാനുള്ളൊരു സമയമില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും പെട്ടെന്ന് ഞങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുമെങ്കിൽ ഞങ്ങൾക്ക് വലിയൊരു ഉപകാരമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ വളരെ അത്ഭുതകരമായിട്ട് 2 ദിവസം കൊണ്ട് തന്നെ ഞങ്ങൾക്ക് അവിടെ ഒരു ഫ്ലാറ്റ് പെട്ടെന്ന് തന്നെ, വളരെ പെട്ടെന്ന് തന്നെ, വളരെ അത്ഭുതമായിരുന്നു. അത് നമ്മൾ ലാൻഡ്ലോഡ് അത് സമ്മതിച്ചു, ഞങ്ങൾക്ക് ആ വീട് ഇങ്ങനെ ലഭിക്കുകയും ചെയ്തു. ഞങ്ങളിവിടെ നിന്ന് എല്ലാമായിട്ട് ഞങ്ങൾ അവിടെ ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കോറിഡോർ കയറി 2 വാതിലും അപ്പുറത്തും ഇപ്പുറത്തുമായിട്ടുണ്ട്. അപ്പം ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടായിരുന്നു, ഇത് ആരായിരിക്കും ഓപ്പോസിറ്റ് ഫ്ലാറ്റിൽ താമസിക്കുക, അവിടെ അപ്പുറത്ത് താമസിക്കുന്ന ആരാന്നറിയില്ല, പല രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ നമുക്ക് ഭയങ്കര ഒരു പേടി പോലെയൊക്കെ ആയിരുന്നു ആദ്യമൊക്കെ. അപ്പോൾ അതിനുശേഷം രാത്രിയായപ്പോൾ ഓപ്പോസിറ്റ് താമസിക്കുന്ന ആൾക്കാർ വന്നു, വാതിലയിൽ മുട്ടി. അപ്പോൾ ഞങ്ങൾ ഇത്തിരി പേടിയോടെയാണ് ഇങ്ങനെ തുറന്നു. അപ്പോൾ അവരൊരു ബംഗ്ലാദേശി ഫാമിലി ആയിരുന്നു. അപ്പോൾ അതിനുശേഷം ഞങ്ങളോട് വർത്തമാനമൊക്കെ പറഞ്ഞ് ഞങ്ങൾ സംസാരിച്ച് അവിടെ റെസ്റ്റോറൻറ്റ് നടത്തുവാന്ന് പറഞ്ഞു. അതിനുശേഷം വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ അദ്ദേഹമാണ് അവിടുത്തെ ഞങ്ങളുടെ അവിടെ ബ്രൈറ്റൺ ആൻഡ് ഹോവ് കൗൺസിലിൻ്റെ മേയറായിട്ടിരിക്കുന്നയാൾ. അപ്പോൾ ഞങ്ങൾക്ക് മാതാവ് അവിടെ ഏറ്റവും നല്ലൊരു അയൽവക്കവും ഏറ്റവും സ്വാധീനമുള്ള എന്ത് കാര്യത്തിനും ഞങ്ങൾക്ക് സമീപിക്കാവുന്ന ഏറ്റവും നല്ലൊരാളെ തന്നെ ഞങ്ങൾ ഏറ്റവും വിഷമിച്ചിരുന്നത് എന്ത് അയൽവക്കമായിരിക്കും, നെയ്ബർ എങ്ങനെയായിരിക്കും എന്ന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ ഏറ്റവും നല്ലൊരാളെ തന്നെ ഞങ്ങൾക്ക് വളരെ സഹായമായിട്ട് തന്നു. അതിനുശേഷം 1 വർഷം ഞങ്ങളവിടെ താമസിച്ചു. അതിനുശേഷം ഞങ്ങൾക്ക് വളരെ സ്റ്റീപ്പായിട്ടുള്ളൊരു ഒരു ചെറിയൊരു കുന്ന് പോലത്തെ ഒരു സ്ഥലത്താണ് ഞങ്ങളുടെ ഫ്ലാറ്റ്. താഴത്തേക്കൊന്ന് മാറണം തോന്നി, ജോലിക്ക് പോകാനുള്ള സൗകര്യത്തിനും. കൊച്ചിൻ്റെ സ്കൂളൊക്കെ താഴെയായിരുന്നു, അപ്പോൾ നടന്നു പോവുകയും ബസ് സൗകര്യം ഇത്തിരി കുറവായിരുന്നു. കറക്റ്റ് സമയത്തല്ലെങ്കിൽ നമുക്ക് പിന്നെ ഒരു അരമണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കണമായിരുന്നു. അപ്പോൾ അവിടുത്തെ ഒരു കാലാവസ്ഥയും ഒക്കെ വെച്ചിട്ട് ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ എനിക്ക് ജോലിക്ക് പോയിട്ട് തിരിച്ചു വരാനാണെങ്കിൽ ഞാൻ പോയിട്ട് തിരിച്ചു വരുമ്പോൾ രാത്രി 12:30-1 മണിയാവും. അപ്പോൾ ബസ്സില്ല, 1 കിലോമീറ്ററോളം ഭയങ്കര കയറ്റം കയറി വരണം. അപ്പോൾ ഞങ്ങളിങ്ങനെ ഒരു പുതിയൊരു വീട് താഴത്തേക്ക് കിട്ടാൻ വേണ്ടി ഞങ്ങൾ നോക്കിക്കൊണ്ടിരുന്നു. ആ വീട് ഞങ്ങൾ നോക്കി, പലയിടത്തും ഞങ്ങൾ നോക്കുമ്പോൾ 2-3 പേര് അതിന് ജാമ്യം നിൽക്കണം, അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ അതിലുണ്ടായി. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എന്നും ബസ്സിൽ വെച്ച് കാണുന്നൊരു ചേച്ചിയുണ്ട്, അവിടെ ഒരു നേഴ്സ് ചേച്ചിയാണ്, അവിടെ കുറേ കാലങ്ങളായിട്ട് താമസിക്കുന്നത്. അപ്പോൾ ചേച്ചിയോട് ഇങ്ങനെ പറഞ്ഞു, ചേച്ചി ഇങ്ങനെ ഞങ്ങൾക്കൊരു വീട് വേണം, താഴെ ആ ലെവലിലായിട്ടൊരു വീട് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്, ചേച്ചിയുടെ അറിവിലുണ്ടെങ്കിൽ ഒന്ന് പറയണം. നമ്മൾ ചേച്ചി ചിരിച്ചിട്ട് ചോദിച്ചു, ഞങ്ങളുടെ വീടുണ്ട്, ഞങ്ങൾ അടുത്ത ആഴ്ച പുതിയ വീടെടുത്ത് മാറുകയാണ്, പുതിയ വീട് ഞങ്ങൾ മേടിച്ചു, ഞങ്ങൾ മാറുകയാണ്, ആ ഫ്ലാറ്റ് നിങ്ങൾക്ക് സൗകര്യമാണെങ്കിൽ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഞങ്ങൾ ആ ഫ്ലാറ്റ് തന്നെ ഞങ്ങൾക്ക് എടുത്തു. വളരെ അത്ഭുതമായിരുന്നു അത്. എങ്ങനെയാണത് കിട്ടിയതെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങൾ കുറേ അന്വേഷിച്ചിട്ട് ഞങ്ങൾക്ക് ഈ ജാമ്യം നിൽക്കുന്നത് അതിൻ്റെ ഒരു പ്രശ്നങ്ങളൊക്കെയാണ് ഞങ്ങൾക്കൊരു കിട്ടാൻ ഇത്തിരി ഒരു ബുദ്ധിമുട്ടായിരുന്നു, കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അമ്മ വളരെ അത്ഭുതകരമായിട്ട് ഞങ്ങൾക്ക് മേടിച്ച് തന്നു. അതിനുശേഷം ഞങ്ങൾ ഒരു ഡിപ്പോസിറ്റായിട്ട് ഒരു 1500 പൗണ്ടോളം ഞങ്ങൾ ആദ്യത്തെ ഏജൻസിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഏജൻസി സാധാരണ അവിടെ ഏജൻസികൾ നമ്മൾ ഇത് മാറിപ്പോകുമ്പോൾ, ഫ്ലാറ്റ് മാറിപ്പോകുമ്പോൾ അതിൻ്റെ ഒരു പകുതി പൈസ അവർ പെയിൻ്റ് അടിക്കാനും ഇതിനെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നിന്ന് അത് അവർ മേടിച്ചെടുക്കും. അപ്പോൾ വളരെ അത്ഭുതകരമായിട്ട് ഞങ്ങളെ അവിടുത്തെ പഴയ ഫ്ലാറ്റിൻ്റെ ലാൻഡ് വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ മാറണ്ട, നിങ്ങൾക്ക് ഇപ്പോൾ തരുന്ന പൈസയേക്കാളും കുറച്ച് പൈസയ്ക്ക് ഞാൻ നിങ്ങൾക്ക് നേരിട്ട് തരാം, നിങ്ങൾ എൻ്റെ കയ്യിൽ നേരിട്ട് പൈസ തന്നാൽ മതി. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, എന്തായാലും ഞങ്ങളിവിടെ ഇങ്ങനെ എഗ്രിമെൻ്റ് എഴുതി ഞങ്ങൾക്ക് മാറണം, എന്തായാലും മാറണം എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, വേറെ കുഴപ്പമൊന്നുമില്ല, നിങ്ങളുടെ പൈസയെല്ലാം ഡിപ്പോസിറ്റെല്ലാം നിങ്ങൾ മുഴുവനായിട്ട് അവിടെ നിന്ന് തിരിച്ച് മേടിക്കണം ഏജൻസിയിൽ നിന്ന് എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ഒരു പൈസ പോലും കുറയാണ്ട് എത്ര പൈസ കൊടുത്തോ, എത്ര പെൻസ്, ആ കൃത്യം പെൻസ് വരെ ഞങ്ങൾക്ക് കൃത്യമായിട്ട് അവർ തിരിച്ചു തന്നു. അത് ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു. അതിനുശേഷം 2 വർഷം അവിടെ യൂണിവേഴ്സിറ്റിയിൽ ഇങ്ങനെ ജോലി ചെയ്തു. അപ്പോൾ ഞാൻ ചെറിയ ജോലികൾക്ക് അവിടെ റെസ്റ്റോറൻറ്റിലും സൂപ്പർ മാർക്കറ്റിലുമൊക്കെയാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്, അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അതിനുശേഷം ഞങ്ങളുടെ വിസ സ്റ്റേ ബാക്കിൻ്റെ സമയം തീർന്നു, വിസയ്ക്ക് അപ്ലൈ ചെയ്യേണ്ട ഒരു സമയമായി. അപ്പോൾ ഞങ്ങൾ വിസയുടെ കാര്യത്തിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിറ്റിയിൽ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവരാദ്യം പറഞ്ഞു വിസ തരാമെന്നുള്ളൊരു സമീപനത്തിന് എല്ലാ ഡോക്യുമെൻറ്റ്സും സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. അതെല്ലാം സബ്മിറ്റ് ചെയ്ത് 2 മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവരിങ്ങനെ പറഞ്ഞു, നമുക്ക് പെട്ടെന്ന് തരാൻ കഴിയില്ല, ഇപ്പോൾ ഞങ്ങളുടെ അവിടുത്തെ പ്രൊമോഷനും അവിടുത്തെ പുതിയ അപ്പോയിൻമെൻ്റ് എല്ലാം ഞങ്ങൾ ഫ്രീസ് ചെയ്തേക്കുവാണ്, ഈ ഒരു സാഹചര്യത്തിൽ എന്തായാലും വിസ തരാൻ പറ്റില്ല, 6 മാസം വരെ വെയിറ്റ് ചെയ്താൽ ചിലപ്പോൾ നിങ്ങൾക്ക് വിസ തരാതിരിക്കാം, ഇതിൽ ഒരു ഗ്യാരണ്ടി പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾക്ക് വിസ തീരാൻ ആകെ 1-1.5 മാസം ആകെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് എപ്പോഴും ആ ഒരു സാഹചര്യം ഞങ്ങൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരുന്നൊരു ചേട്ടനുണ്ടായിരുന്നു അവിടെ. പുള്ളിക്ക് അവിടെ ഒരു IT കമ്പനിയുണ്ട്, വേറെ പല കമ്പനികളും ഉണ്ട്. അപ്പോൾ പുള്ളി എപ്പോഴും പറയുമായിരുന്നു, നിങ്ങൾക്ക് വിസ കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഞാൻ വിസ തരാം, എൻ്റെ കമ്പനിയിൽ വിസ തരാം, ആ വിസയിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് വേറെ ഇതുപോലത്തെ നല്ലൊരു ഓപ്ഷൻ, എല്ലാ കാര്യങ്ങളും പുള്ളി തന്നെയാണ് ഞങ്ങൾ വിളിച്ച് ചോദിക്കും, പുള്ളി അതിനൊരു നല്ലൊരു മറുപടി പറയും.
അങ്ങനെ ഒരു നല്ല ബന്ധത്തിലാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ പുള്ളി ഞങ്ങളോട് പറഞ്ഞു, അങ്ങനെ ചെയ്യാൻ പറഞ്ഞു. പുള്ളിയുടെ ഓഫീസിൽ പോയി ഞങ്ങളെ കണ്ടു. പിറ്റേ ദിവസം ഡോക്യുമെൻറ്റ്സും പേപ്പറും എല്ലാം കൊണ്ട് ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ പിറ്റേ ദിവസം ഞങ്ങൾ വിളിച്ചു പുള്ളീനെ, ഇങ്ങനെ ചേട്ടാ ഞങ്ങൾ വരട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഫോൺ എടുക്കുന്നില്ല. ഞങ്ങൾക്ക് വിസയ്ക്ക് പുതിയ വിസയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ആകെ 3, 4, 5 ദിവസം അങ്ങാണ്ടുള്ളൂ. അന്നേരം പുള്ളീനെ വിളിച്ചു, പുള്ളി എടുക്കുന്നില്ല. കുറേ പ്രാവശ്യം വിളിച്ചിട്ടും എടുക്കുന്നില്ല. പിറ്റേ ദിവസം വിളിച്ചു എടുക്കുന്നില്ല. അപ്പോൾ എന്നെ മനസ്സിലായി ഞങ്ങൾ വിളിച്ചിരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവളുടെ ഒപ്പം ജോലി ചെയ്തിരുന്ന ഒരു പുതിയ ആ ടൈമിലേക്ക് മാത്രം ഒരു ഗസ്റ്റ് ലെക്ചറായിട്ട് വേറെ യൂണിവേഴ്സിറ്റിയിൽ ലെക്ചറായിരുന്നൊരു ആൾ ആ ടൈമിൽ മാത്രം വന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹം അങ്ങനെ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, എനിക്ക് വേണ്ടിയിട്ടൊരു വിസ ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ IT കമ്പനിയുണ്ട്, അദ്ദേഹത്തിൻ്റെ IT കമ്പനിയിലൊരു വിസ എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ചോദിച്ചിരുന്നു. ഞാൻ അദ്ദേഹത്തോട് പറയാം നിൻ്റെ കാര്യം ഇങ്ങനെയാണ് കാര്യം. അപ്പോൾ അദ്ദേഹത്തെ സമ്മതിക്കുവാണെങ്കിൽ, ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ്, സമ്മതിക്കുവാണെങ്കിൽ ആ വിസ നിനക്ക് കിട്ടും, പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം സംസാരിച്ചു, ഞങ്ങൾ വിളിച്ചു, ഞങ്ങൾ അദ്ദേഹത്തെ കാണാൻ പിറ്റേ ദിവസം രാത്രി ഞങ്ങൾ ചെന്നു. അപ്പോൾ തന്നെ ഞങ്ങൾക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാനുള്ള COS അവിടെ ഇരുന്ന് തന്നെ അദ്ദേഹം എടുത്തു തന്നു. നാളെ തന്നെ വിസയ്ക്ക് അപ്ലൈ ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് വലിയൊരു അനുഗ്രഹം. അത് ഞങ്ങളുടെ വിസ കഴിയാൻ 2 ദിവസം മുമ്പ് ആണ് ഞങ്ങൾ ആ വിസയ്ക്ക് അപ്ലൈ ചെയ്തത്. അങ്ങനെ വലിയൊരു അനുഗ്രഹം മാതാവ് തന്നിരുന്നു. അതിനു മുമ്പ് ഞങ്ങൾക്ക് ഇത് അനുഗ്രഹം കിട്ടുന്നതിന് മുമ്പ് മമ്മി ഇവിടെ വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചിരുന്നു. അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു. അച്ഛൻ മമ്മിയോട് തലയെ തട്ടിയിട്ട് അങ്ങ് പോയിട്ട് തിരിച്ചു വന്നിട്ട് പറഞ്ഞു, മോൾക്ക് വിസ കിട്ടും, മോളോട് ഇവിടെ വന്ന് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു. മാതാവിൻ്റെ ഒരു ലോക്കറ്റും കൊടുത്തു. അത് ഞങ്ങൾക്ക് മമ്മിയോട് എത്തിച്ചു തന്നു. അത് ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു. വലിയൊരു അനുഗ്രഹം മാതാവ് ഞങ്ങൾക്ക് തന്നു. ഞങ്ങൾക്ക് അവിടെ നിൽക്കാനായിട്ട് സാധിച്ചു, അല്ലെങ്കിൽ ഞങ്ങൾക്ക് നിൽക്കാൻ സാധിക്കില്ലായിരുന്നു. മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രം സാധിച്ചൊരു കാര്യമാണ്. പിന്നെ അങ്ങനെ ഒരു അനുഗ്രഹം കിട്ടിയതിന് ശേഷം ഞങ്ങളുടെ മോൾക്ക് ഒരനുഗ്രഹം കിട്ടി. മോൾക്ക് വലിയൊരു അനുഗ്രഹം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ മോൾ ഇയർ 1 പഠിക്കുമ്പോൾ ഒരു 3 മാസമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുട്ടികൾക്കെല്ലാം കൂട്ടുകാർക്കെല്ലാം അവിടെ ഒരു റോൾ മോഡൽ പദവി കൊടുക്കുന്ന ഒരിതുണ്ട്. അവരുടെ ആക്ടിവിറ്റിയും അവരുടെ പഠനത്തിലെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് റോൾ മോഡൽ കൊടുക്കും. അപ്പോൾ എൻ്റെ മോളെൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്കിങ്ങനെ കിട്ടുന്നില്ല, 2-3 മാസമായിട്ട് എനിക്ക് കിട്ടുന്നില്ല, കൂട്ടുകാർക്കൊക്കെ ലഭിച്ചു, എനിക്ക് ഭയങ്കര വിഷമമാണ് അത് കാരണം എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഒരു കാര്യം ചെയ്യേ, ഇപ്പോൾ ഈ അമ്മയും പ്രാർത്ഥിക്കുമ്പോൾ കൂടെ നിന്നിട്ട് പ്രാർത്ഥിക്കുക. മോളൊന്ന് മുട്ടിൽ നിന്ന് രാത്രി പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം രാവിലെ പോകുമ്പോൾ മോളുടെ നെറ്റിത്ത് എന്നും തൈലം പുരട്ടിയാണ് സ്കൂളിൽ വിടാറ്. അന്ന് ഞാൻ തൈലം പുരട്ടാനായിട്ട് മറന്നുപോയി. ഇവിടെ ഡ്യൂട്ടിക്ക് പോയി ഞാനാണ് കൊണ്ടുപോയി രാവിലെ. അപ്പോൾ തൈലം പുരട്ടാൻ മറന്നുപോയി. എനിക്ക് തിരിച്ചു വന്ന് ഭയങ്കര വിഷമായിരുന്നു. മാതാവ് തൈലം ഉണ്ടെങ്കിൽ മാതാവ് കൂടെ ഉണ്ടെന്നൊരു വിശ്വാസമാണ്. അപ്പോൾ അന്ന് ചെയ്തില്ലല്ലോ, മാതാവ് കൂടെ ഇല്ലല്ലോ, എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ടെൻഷനായിരുന്നു. ഞാൻ വൈകിട്ട് വിളിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടെയാണ് മോൾ ഇറങ്ങി വന്നത്. ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞ് ആ റോൾ മോഡലിൻ്റെ 3 മാസമായിട്ട് കൊച്ചു ശ്രമിച്ചിട്ട് കിട്ടാണ്ടിരുന്ന റോൾ മോഡലിൻ്റെ പേപ്പർ എന്നെ എടുത്ത് കാണിച്ചു. അതിനുശേഷം ആ 7 ദിവസം കൊണ്ട് എൻ്റെ മോൾക്ക് 3 റോൾ മോഡൽ അടുപ്പിച്ച് കിട്ടി. 3 മാസമായിട്ട് കിട്ടാണ്ടിരുന്ന 7 റോൾ മോഡൽ കിട്ടി. അതിനുശേഷം ആ ഇയർ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആ സ്കൂളിൽ തന്നെ അവരുടെ ഇയർ 1 തന്നെ ഒരു ബെസ്റ്റ് സ്റ്റുഡൻസിൽ 3 പേർക്ക് അവാർഡ് കൊടുക്കും. അതിലേറ്റവും കൂടുതൽ റോൾ മോഡൽ കിട്ടിയ മോളായിട്ട് എൻ്റെ മോള് മാറി. അങ്ങനെ വലിയൊരു അനുഗ്രഹം എൻ്റെ മോൾക്ക് അമ്മ ചെയ്തു കൊടുത്തു. അതിനുശേഷം ഞങ്ങൾ 2000 ഉടമ്പടി അച്ഛൻ അവിടെ ഞങ്ങൾ ഉടമ്പടി എടുക്കണം, ഓൺലൈൻ ഉടമ്പടിയിലുണ്ടായിരുന്നു. ഞങ്ങൾ ആദ്യം മുതലേ ഞങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണം, തീർത്ഥാടക ഉടമ്പടി ഇവിടെ വന്ന് എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് വരാനായിട്ട് സാധിച്ചില്ല. ഞങ്ങൾക്ക് വിസയ്ക്കായിട്ട് വലിയൊരു പൈസ, വിസ ഫീസായിട്ട് വലിയൊരു പൈസ ഞങ്ങൾക്ക് ഇത് ചെയ്യേണ്ട വന്നാലും ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ വരാനുള്ള സാഹചര്യം പെട്ടെന്ന് ഞങ്ങൾക്ക് ലഭിച്ചില്ല. അപ്പോൾ ഞങ്ങൾ എങ്ങനെ ഉടമ്പടി എടുക്കും, എന്ത് ചെയ്യും, ഒരു തീർത്ഥാടക ഉടമ്പടി എടുക്കുന്നത് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അതിനു മുമ്പ് ഞാൻ വിചാരിച്ചിരുന്നത് വളരെ എളുപ്പത്തിൽ വരാലോ, വിസ കിട്ടിക്കഴിഞ്ഞാൽ വരാലോ, ഇവിടെ വന്നൊരു ഉടമ്പടി എടുക്കാലോ, അത് വലിയൊരു കാര്യമല്ലല്ലോ എന്ന് ഓർത്തെ. പക്ഷേ എനിക്ക് മനസ്സിലായി നമുക്കത് സാധിക്കണില്ല, അതൊരു വലിയ കാര്യം തന്നെയാണ് ഉടമ്പടി എടുക്കുന്നത് ഇവിടെ വന്ന് എന്നെനിക്ക് മനസ്സിലായി. അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, അമ്മേ ഇവിടെ എങ്ങാനും അച്ഛൻ വരുവാണെങ്കിൽ ഒരു ഉടമ്പടി എടുക്കാലോ, മാതാവായിട്ട് വരുവാണെങ്കിൽ ഞങ്ങൾക്കൊരു ഉടമ്പടി എടുക്കാലോ എന്നങ്ങ് ഇത് ചെയ്തു. ഞാനിങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരുന്നു. അത് ആഗ്രഹിച്ച് കുറച്ച് 1 മാസം എടുത്തില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഞങ്ങളിങ്ങനെ എൻ്റെ ഫാദറിൻ്റെ അനിയൻ അവിടെയുണ്ട്. അപ്പോൾ ചാച്ചനെ വിളിച്ചപ്പോൾ അവരെല്ലാവരും ഉടമ്പടി എടുത്തിട്ടുണ്ട് ഇവിടെ നിന്ന്. അപ്പോൾ ചാച്ചൻ പറഞ്ഞു, ഇങ്ങനെ അച്ഛൻ വരുന്നുണ്ടല്ലോ, നിങ്ങൾ അറിഞ്ഞില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഇല്ല, ഞങ്ങൾ അറിഞ്ഞില്ല. അപ്പോൾ അടുത്ത ആഴ്ച അച്ഛൻ വരുന്നുണ്ട്, അവിടെ ഞങ്ങൾ അച്ഛൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടെ എൽസാമിൽ പോയി, എൽസ്ബറി പോയി
അച്ഛൻ വന്നു, അച്ഛനും വിജയകുമാർ സാറും ഉണ്ടായിരുന്നു. ഞങ്ങൾക്കങ്ങനെ വലിയൊരു അനുഗ്രഹമായിട്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു ഉടമ്പടി എടുക്കണം എന്നുള്ള കാര്യത്തിൽ. അപ്പോൾ ഇവിടെ വരാതെ തന്നെ മാതാവ് അങ്ങോട്ട് വന്നു നമുക്ക് ഉടമ്പടി എടുത്ത് തന്നു എന്ന് ഞാനിങ്ങനെ പറഞ്ഞു. അച്ഛൻ അതുപോലെ തന്നെ അവിടെ വന്ന് അങ്ങനെ തന്നെ പറഞ്ഞു, മാതാവ് നിങ്ങളെ തേടി ഇങ്ങോട്ട് വന്നതാണ്, നിങ്ങൾക്ക് ഉടമ്പടി എടുക്കാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞ് അങ്ങനെ വലിയൊരു അനുഗ്രഹം കിട്ടി. ഞാൻ തീർത്ഥാടക ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഓൺലൈൻ ഉടമ്പടി എടുത്തിട്ട് ഞാൻ നല്ല പ്രാർത്ഥനയിൽ തന്നെയായിരുന്നു അന്നേരവും. അപ്പം ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ ഒരു 12:30 ആവും, 12:30 സമയമാവും. 12:30 ഞാൻ വന്നൊരു കുളിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് കിടക്കുമ്പോൾ ഒരു 3 മണി 3:30 ആവും. ഞാൻ യാക്കോബായ സമുദായത്തിൽപ്പെട്ട ആളാണ്, അപ്പോൾ യാക്കോബായ സഭയിൽപ്പെട്ട ആളാണ്. അപ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനകളുണ്ട്. ആ പ്രാർത്ഥന വൈകുന്നേരം പോകുന്നതിന് എനിക്ക് സന്ധ്യാപ്രാർത്ഥന അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റാത്ത കാരണം ഞാൻ 12 മണിക്ക് വന്നിട്ടാണ് ഈ സന്ധ്യാപ്രാർത്ഥനയും കിടക്കുന്നതിന് മുമ്പ് 2 മണി 3 മണി ആവുന്ന കാരണം പ്രഭാത പ്രാർത്ഥനയും കൂടെ പ്രാർത്ഥിക്കും. അതിനു മുമ്പ് ഇവിടുത്തെ കൃപാസനം പ്രാർത്ഥനയും പ്രാർത്ഥിക്കും. അതെല്ലാം പ്രാർത്ഥിച്ചിട്ടാണ് കിടക്കണേ. അപ്പോൾ കിടക്കുമ്പോൾ ഒരു 3:30 ആവും. അപ്പോൾ 3:30 ആകുമ്പോൾ ഞാനിങ്ങനെ ഒരു ദിവസം അങ്ങനെ രാത്രി ഒരു 5 മണി സമയമായി. 3:30 കടന്നത് ഞാൻ, ഒരു 5 മണി 5:15 സമയമായി. അപ്പം ഞാൻ രാത്രി വരുന്നതാണ് ഞങ്ങളുടെ പ്രാർത്ഥിക്കുന്ന ഹോളിൽ തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ബെഡ് ഇട്ടിട്ടുണ്ട്, അവിടെയാണ് ഞാൻ കിടന്നുറങ്ങുന്നത്. ഇവർ അപ്പുറത്തെ മുറിയിൽ ബെഡ്റൂമിൽ കിടന്നുറങ്ങും. അപ്പോൾ ഇവർ ശല്യം ചെയ്യണ്ടല്ലോ എന്ന് ഞാൻ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ആ സമയത്ത് അവിടെ കിടന്നുറങ്ങും. അപ്പോൾ കിടന്നുറങ്ങി ഒരു 5 കാലമായപ്പോൾ വാതിൽ തുറക്കുന്നൊരു ഞെരിയുന്നൊരു സൗണ്ട് കേട്ട് ഞാൻ ചെരിഞ്ഞ് കിടക്കും. കണ്ണ് തുറന്ന് എഴുന്നേറ്റു ഞാനിങ്ങനെ തല തിരിച്ച് നോക്കുമ്പോൾ എൻ്റെ പുറകിലൂടെ ഒരു നിഴലിങ്ങനെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഞാനത് എന്താണെന്ന് ഓർത്ത് പെട്ടെന്ന് അങ്ങ് പാസ് ചെയ്തു പോയി. ഞാൻ പെട്ടെന്ന് പേടിച്ചു, എന്താണെന്ന് എഴുതുന്ന ഓർത്ത് പെട്ടെന്ന് പഠിച്ചു. പിന്നെ ഞാൻ ഓർത്ത് ഇവൾ 5:30 പ്രാർത്ഥിക്കാനെന്ന് എഴുന്നേക്കും. അപ്പോൾ പ്രാർത്ഥിക്കാൻ എഴുന്നേറ്റതാണ് ഞാനിങ്ങനെ ഓർത്തു. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും ആ നിഴലിൽ ഇങ്ങനെ പുറകിലേക്ക് തിരിച്ച് ഞാൻ വീണ്ടും പഴയ രീതിക്കിലേക്ക് തിരിച്ച് വന്ന പകുതിയായി കഴിഞ്ഞപ്പോൾ ഞാൻ ചെരിഞ്ഞിങ്ങനെ കിടക്കും. അപ്പോൾ എൻ്റെ മുട്ടിൻ്റെ അവിടെ ഇങ്ങനെ കൈ വിരിച്ചിട്ട് ബ്രൗൺ നിറത്തിലുള്ള കുപ്പായം ഇട്ടിരിക്കുന്നത്, സെൻറ്റ് ആൻ്റണിയുടെയൊക്കെ ആ ഇടുന്ന കുപ്പായം പോലത്തെ കുപ്പായമാണ് ഇട്ടിരിക്കുന്നത്. അപ്പം ഞാനിങ്ങനെ നോക്കി കൈ വിരിച്ചിങ്ങനെ നിൽക്കുക. മാതാവിൻ്റെ രൂപം മാതാവാണത്, മാതാവിൻ്റെ രൂപം. അപ്പോൾ എനിക്ക് ഫേസിലേക്ക് നോക്കുമ്പോൾ എനിക്ക് ഫേസ് അത്ര ക്ലിയർ ആവുന്നില്ല. ഞാനിങ്ങനെ നോക്കി ഞാൻ കാണുന്ന സ്വപ്നമാണോ അതോ യഥാർത്ഥത്തിലുള്ള കാര്യമാണോ എന്നിങ്ങനെ ഞാനിങ്ങനെ നോക്കി. ഞാൻ വീണ്ടും ഉറപ്പിച്ചു അത് സ്വപ്നമല്ല, ഞാൻ യഥാർത്ഥത്തിൽ കാണുവാന്ന്. ഒരു 10-15 സെക്കൻഡ് മാതാവ് എൻ്റെ മുട്ടിൻ്റെ അടുത്തിങ്ങനെ വന്നു. നമ്മളിങ്ങനെ ആരെങ്കിലും നമ്മളെ ഒരു ഉപദ്രവിക്കാനൊക്കെ ആയിട്ട് വരുമ്പോൾ നമ്മളിങ്ങനെ ഒരാൾ നമ്മളെ സംരക്ഷിക്കാൻ വന്നിങ്ങനെ നിൽക്കില്ലേ, ഇങ്ങനെ നമ്മുടെ അടുത്ത് വന്ന് നിൽക്കും പോലെ എൻ്റെ മുട്ടിൻ്റെ അടുത്ത് എൻ്റെ കൈകൊണ്ട് തൊടാവുന്ന അകലത്തിൽ ഇങ്ങനെ മാതാവ് എൻ്റെ മുട്ടിൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പം ഞാനൊരു 15 മിനിറ്റോളം ഞാനിങ്ങനെ നോക്കി നിന്നു. അതിനുശേഷം മാതാവ് പതുക്കെ മൂവ് ചെയ്തിട്ട് എൻ്റെ തലയുടെ അവിടെ വന്നിട്ട് മേപ്പോട്ട് പൊങ്ങി ഇങ്ങനെ നമ്മൾ സിനിമയിലെ കാണും പോലെ എനിക്കതങ്ങനെ തോന്നി. സിനിമയിലെ കാണും പോലെ അതേ കണ്ടിട്ടുള്ളൂ. അങ്ങനെ മേലെ ഇങ്ങനെ പൊങ്ങി നിന്ന് ഞാൻ തലതിരിച്ചിങ്ങനെ നോക്കി മേലേക്ക് നോക്കി. എനിക്കൊന്നും മിണ്ടാനും പറ്റുന്നില്ല, ഒന്നിനും പറ്റുന്നില്ല. ഞാനിങ്ങനെ നോക്കി നിൽക്കുന്ന ഒരു 25-30-35 സെക്കൻഡോളം, 1 മിനിറ്റ് താഴെ മാതാവ് അങ്ങനെ നിന്നു. ഞാനിങ്ങനെ നോക്കി. അത് കഴിഞ്ഞ് മാതാവ് പെട്ടെന്ന് അങ്ങോട്ടങ്ങ് പോയി. പെട്ടെന്ന് ഇങ്ങനെ അങ്ങ് കറങ്ങി അങ്ങ് പോകുമ്പോൾ എനിക്ക് തോന്നി. ആ പോയി കഴിഞ്ഞ് ഞാൻ തലതിരിച്ച് ഇതെന്താ നടന്നതെന്ന് ഞാനിങ്ങനെ നോക്കുമ്പോൾ പെട്ടെന്ന് വൈഫ് ഇങ്ങനെ റൂം തുറന്ന് കയറി വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, മാതാവ് ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പം അങ്ങ് പോയുള്ളൂ, നീ കണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഇല്ല ഞാൻ കണ്ടില്ല, ഞാനിപ്പോൾ വന്നുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായത് മാതാവ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്വപ്നമൊന്നുമല്ല, ശരിക്കും മാതാവിനെ കാണാൻ കഴിഞ്ഞു. ഈ ഉടമ്പടി എടുത്തിട്ട് ഇത്രയും കാലം എനിക്ക് ഓർമ്മയുള്ള കാലം മുതൽ മമ്മിയുടെ കൂടെ ഈ മാതാവിൻ്റെ വല്ലാർപാടം പള്ളിയിലും കലൂർ സെൻറ്റ് ആൻ്റണിയുടെ പള്ളിയിലും ചൊവ്വാഴ്ച ദിവസം പോയി പ്രാർത്ഥിക്കുന്ന ആളാണ്. അപ്പോൾ പാലമൊക്കെ പണിത് കഴിഞ്ഞപ്പോൾ എല്ലാ ആഴ്ചകളിലും ഞാൻ പോകും. ബൈക്കുള്ളതിന് എല്ലാ ആഴ്ചയിലും ബൈക്കിൽ പോയി വല്ലാർപാടം പള്ളിയിൽ പോയി പ്രാർത്ഥിക്കും, മാതാവിനോട് പ്രാർത്ഥിക്കും. അതിനുശേഷം കലൂർ വരെ എല്ലാ ആഴ്ചയും പോകും. അപ്പോൾ എല്ലായിടത്തും പോയെങ്കിലും എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ആദ്യമായിട്ടാണ്. ശരിക്കും കൃപാസനം മാതാവാണ് വന്നത്, കൈവിരിച്ചിരിക്കുന്ന മാതാവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ കൈവിരിച്ച് നിൽക്കുന്ന മാതാവിനെ ഇതേവരെ കണ്ടിട്ടില്ല. ഞാൻ കൈകൂപ്പി നിൽക്കുന്ന മാതാവ്, ഉണ്ണീശോനെ എടുത്തുകൊണ്ട് നിൽക്കുന്ന മാതാവ്, അതൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ. ചിലപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ടാവും, ഞാനത് നോട്ടീസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവമുണ്ട്, ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ ഈ TV-യിൽ പ്രാർത്ഥന വയ്ക്കും, അത് നോക്കും, അതിൻ്റെ ഒപ്പം നിന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കും. അപ്പോൾ മാതാവിൻ്റെ പ്രാർത്ഥന കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ ഫ്രണ്ട് ഇങ്ങനെ ഈ കൃപാസനത്തിൻ്റെ ഫ്രണ്ട് ഇങ്ങനെ കാണിക്കും നമ്മളെ. അതിങ്ങനെ കാണിച്ച് ആദ്യമായിട്ട് ഞാൻ പ്രാർത്ഥന കഴിയുമ്പോൾ തന്നെ ഓഫ് ചെയ്യുക ചെയ്യാറ്. അതിങ്ങനെ കാണിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഇതിൻ്റെ മുമ്പിൽ മാതാവ് കൈവിരിച്ചിരിക്കുന്ന അതിങ്ങനെ മാതാവ് കഴിച്ചിരിക്കുന്ന ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇതിൻ്റെ മുമ്പിലാണ് ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി. ഞാനിങ്ങനെ വൈഫിനോട് പറഞ്ഞു, അത് വന്നത് കൃപാസന മാതാവ്, നീ ഇത് കണ്ടോ, ഇപ്പോഴാണ് എനിക്കിത് മനസ്സിലായതെന്ന് പറഞ്ഞു.
അതിന് മുമ്പ് 2 ദിവസം മുമ്പ് ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് ഒരു ചെറിയൊരു ഇടവഴിയിലൂടെ ഞാനിങ്ങനെ ഒരു ഇടവഴി കൂടെ പോയിട്ട് വേണം ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് കയറാനായിട്ട്. അപ്പോൾ ഞാനിങ്ങനെ പോകുന്ന സമയത്ത് കൈക്കും കാലിനൊക്കെ ഈ അവിടുത്തെ തണുപ്പൊക്കെ കാരണം ചെറിയ വേനയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ കൈയൊക്കെ ഒന്ന് തിരുമ്മിയാണ് പോകുന്നത്. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഈ കൈയുടെയും കാലിൻ്റെയൊക്കെ വേദനയൊന്നും മാറ്റി തന്നായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഞാൻ ഉടമ്പടിയൊക്കെ എടുത്താണല്ലോ, പ്രാർത്ഥിക്കണമാണല്ലോ, ഒന്ന് മാറ്റി തരണേ മാതാവേ എന്ന് പറഞ്ഞ് ഞാൻ സൈഡ് തിരിഞ്ഞ് നോക്കുന്നത് മാതാവിൻ്റെ ഒരു രൂപത്തിലേക്കാണ്. അതായത് ജനലൊക്കെ അവിടെ അങ്ങനെ ഒരു മാതാവിൻ്റെ രൂപം എങ്ങും കാണാൻ കഴിയില്ല. പള്ളിയിലല്ലാതെ പുറത്തേക്ക് വെച്ചൊരു മാതാവിൻ്റെ രൂപം UK കാണുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വലിയൊരു അത്ഭുതമാണ്, കാണാനേ ഇല്ല. അപ്പം ഞാനത് കഴിഞ്ഞ് അവിടെ ജോലി സ്ഥലത്ത് ചെന്നിട്ട് എൻ്റെ ഒരു സുഹൃത്തിനോട് പറഞ്ഞു, ഒരു സിഖുകാരൻ ഒരു പയ്യനാണ്, അവനോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, നിന്നെ ഞാൻ പോകുമ്പോൾ കാണിച്ചു തരാമെന്ന്. രാത്രി ജോലി കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നിന്നെ കാണിച്ചു തരാം. ഞങ്ങൾ നടന്നിറങ്ങി വീണ്ടും തിരിച്ചു വന്നു. ഞങ്ങൾ ആ ഇടവഴിയിൽ ഒരു 10-15 മിനിറ്റ് എല്ലാ ജനൽ വഴിയും ഞങ്ങൾ നോക്കി. ഒരു ജനലിലും ഞങ്ങൾക്ക് ആ രൂപം കാണാൻ പറ്റണില്ല. അപ്പം ഞാൻ അവനോട് പറഞ്ഞല്ലോ ഇങ്ങനെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ആകെ ഒരു വിഷമമായി, എന്ത് ചെയ്യും. അപ്പം ഞാൻ വീണ്ടും ഒന്നോടെ തിരിച്ചു പോയിട്ട് അറ്റത്ത് നിന്ന് ഞാൻ പറഞ്ഞു, മാതാവ് മുമ്പിൽ വന്നതാണെങ്കിൽ ഇനി നോക്കുമ്പോൾ മാതാവിനെ കാണണമെന്ന് ഇങ്ങനെ മനസ്സിൽ ഭയങ്കരമായിട്ടങ്ങ് ആശിച്ച് ഞാനങ്ങ് തിരിഞ്ഞു ചെന്ന് ഒരു ജനലിലേക്ക് നോക്കുമ്പോൾ ആ രൂപം അങ്ങനെ തന്നെ, മാതാവിൻ്റെ രൂപം അങ്ങനെ തന്നെ അവിടെയുണ്ട്. ഞാൻ അവനെ വിളിച്ച് കാണിച്ചു കൊടുത്തു, ഇതാണ് ഞങ്ങളുടെ രൂപം, ഇത്രയും നേരം നോക്കിയിട്ട് കണ്ടില്ലെങ്കിലും മാതാവ് അവസാനം കണ്ടു എന്ന് പറഞ്ഞു. അതൊരു ഭയങ്കര അത്ഭുതമായിരുന്നു. എങ്ങനെ ഞങ്ങൾ ഒത്തിരി നേരം 15 മിനിറ്റോളം ഞങ്ങൾ എല്ലാ ജനലിലേക്കൂടെ നോക്കിയിട്ടും കാണാത്തൊരു രൂപം എങ്ങനെ ഇവിടെ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു എന്ന് എനിക്കൊരു പിടുത്തവും എനിക്ക് കിട്ടിയില്ല. ഇതൊന്നും ചുമ്മാതെ ഒന്നും സംഭവിക്കുന്ന ഒന്നല്ലാന്നും മാതാവ് ശരിക്കും നമ്മുടെ മുമ്പിൽ മാതാവിൻ്റെ ആ ഒരു പ്രത്യക്ഷീകരണം കാണിക്കുന്നതാണെന്നുള്ള കാര്യം എനിക്ക് ഭയങ്കരമായിട്ട് മനസ്സിലായി. അങ്ങനെ വലിയൊരു അനുഗ്രഹം ഞങ്ങൾക്ക് ലഭിച്ചു. ഞങ്ങളുടെ കാരുണ്യ പ്രവർത്തികളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലം അവിടെയൊക്കെ ഹോംലെസ് ആയിട്ടുള്ള പീപ്പിളുണ്ട്. നമ്മുടെ പോകുമ്പോൾ കടകളുടെ മുമ്പിലൊക്കെ ഇരിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ചില സമയത്ത് അവർക്ക് അകത്ത് കയറിയിട്ട് ഇപ്പോൾ റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ടിൽ അടുത്ത് തന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കടകളുണ്ടെങ്കിൽ നമുക്ക് മേടിച്ച് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ ഇറങ്ങി വരുമ്പോൾ തിരിച്ചു വരുമ്പോൾ അവർക്കുള്ളൊരു ഫുഡ് ഓർഡർ മേടിച്ച് ഞാൻ കൊടുക്കാറുണ്ട്. അതുകൂടാണ്ട് തന്നെ ഞാൻ മമ്മിയുടെ ഇങ്ങോട്ട് നാട്ടിലേക്ക് പൈസ ആർക്കെങ്കിലും ആ പൈസ എല്ലാ മാസം ഞങ്ങൾ കുറച്ച് നാൾ അയക്കുമായിരുന്നു. പിന്നെ സാമ്പത്തികമായിട്ട് ഒത്തിരി ഞെരുക്കം വന്ന സമയത്ത് ഞങ്ങൾക്ക് അങ്ങനെ അയക്കാൻ പറ്റിയില്ലെങ്കിലും പറ്റുന്ന പോലെയൊക്കെ ഞങ്ങൾ സാമ്പത്തിക സഹായങ്ങൾ ഞങ്ങൾ ചെയ്യാറുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഞങ്ങൾ പത്രം വരുത്തിച്ച് അവിടെ കൊടുക്കുമായിരുന്നു. ഒരു പള്ളിയിലും ഞങ്ങൾ കാണുന്ന അവിടുത്തെ സിറ്റിസൺസിനൊക്കെ, അവിടുത്തെ ആൾക്കാരൊക്കെ യൂറോപ്യൻ സൈഡിലുള്ള ആൾക്കാരൊക്കെ ഞങ്ങൾ കൊടുക്കുമായിരുന്നു. അവർ വലിയ കാര്യത്തോടെ തന്നെ മേടിച്ച് അവർക്ക് ഞങ്ങളറിയാവുന്ന രീതിക്ക് ഞങ്ങളത് പറഞ്ഞു കൊടുക്കുമായിരുന്നു. പിന്നെ അച്ഛൻ വന്നപ്പോൾ പത്രം കിട്ടി, അത് ഞങ്ങൾ അവിടെയുള്ള ആളുകൾക്ക് കൊടുത്തു. പിന്നെ എന്തെങ്കിലും സംസാരിച്ചൊക്കെ നിൽക്കുമ്പോൾ സുഹൃത്തുക്കൾ ആരെങ്കിലുമൊക്കെ പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയുമ്പോൾ അപ്പം തന്നെ പറയും, ഒരു ഉടമ്പടി എടുക്കുക, ഒരു ഓൺലൈൻ ഉടമ്പടി എടുക്കുക, മാതാവ് ശരിയാക്കി തരും. അപ്പോൾ എല്ലാവരോടും പറയും. അപ്പം നമ്മൾക്ക് പറയാവുന്ന രീതിക്ക് നമ്മൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെക്കുറിച്ചെല്ലാം അവരോട് വിശദീകരിച്ച് കൊടുക്കാറുണ്ട്. പിന്നെ ഞങ്ങളെല്ലാം ഈ സ്റ്റാറ്റസായിട്ടും നമ്മുടെ വാട്സപ്പിൽ ഫ്രണ്ട്സായിട്ടുള്ള എല്ലാവർക്കും തന്നെ പലരും പറയാറുണ്ട്, അയക്കരുത്, എന്തിനാ അയക്കുന്നത്, നമുക്ക് വിശ്വാസം മതി, എന്തിനാ ഇങ്ങനെ അയക്കുന്നതെന്നൊക്കെ ചോദിക്കാം. ഞാനതൊന്നും കാര്യമാക്കാറൊന്നുമില്ല, ഞാൻ വീണ്ടും അയക്കും, അവരെന്നോടൊന്നും പറയാറൊന്നുമില്ല. പിന്നെ അങ്ങനെയുള്ള പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെയാണ് ഞങ്ങൾ ചെയ്യാറ്. പിന്നെ എല്ലാ ആഴ്ചകളിലും ഞങ്ങൾ പള്ളിയിൽ പോകാറുള്ളൂ. ഞായറാഴ്ച ദിവസം അവിടെ ഇംഗ്ലീഷ് കുർബാനയ്ക്ക് പോകും. അങ്ങനെയുള്ള പ്രേക്ഷിത പ്രവർത്തനങ്ങളും കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെയാണ് ഞങ്ങൾ ചെയ്തത്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. ഇനിയും ഞങ്ങൾക്ക് കുറേ കാര്യങ്ങളൊക്കെ നടത്താണ്ട് അത് അമ്മ നടത്തി തരുമെന്ന ഉറച്ച വിശ്വാസവും ഇത് ഞങ്ങൾക്കുണ്ട്. എങ്കിലും നമ്മൾ അമ്മയെ കാണുന്നതിന് മുമ്പ് ഒരു വിശ്വാസമായിരുന്നു അത്. പക്ഷേ അമ്മയെ കണ്ടു കഴിഞ്ഞപ്പോൾ അതാണ് സത്യം എന്നുള്ള കാര്യം നമ്മുടെ മനസ്സിലുണ്ട്. കാരണം നമ്മളെ അമ്മയെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ വിശ്വാസവും സത്യം രണ്ടും രണ്ടാണല്ലോ. നമുക്ക് സത്യമാണെന്നുള്ള കാര്യം നമുക്കത് നമ്മുടെ മനസ്സിലുണ്ട്. വിശ്വാസത്തേക്കാൾ പോലൊരു സത്യമാണല്ലോ അതിൻ്റെ കാര്യം. അപ്പോൾ അങ്ങനെ വലിയൊരു അനുഗ്രഹം, വലിയൊരു തിരിച്ചറിവ്, എന്ത് കാര്യമാണെങ്കിലും എന്തിനാണെങ്കിലും വലിയൊരു തിരിച്ചറിവ് ഞങ്ങൾക്ക് തന്നു. അതുകൂടാണ്ട് വലിയൊരു അനുഗ്രഹം ലഭിച്ചത് ഞങ്ങൾ അവിടെ വന്നപ്പോൾ അച്ഛൻ വന്നു കഴിഞ്ഞപ്പോൾ 6 നിയോഗങ്ങൾ എഴുതാന്നതിൽ വൈഫ് പഠിപ്പിക്കുമായിരുന്നു. അപ്പോൾ IT ജോബിലേക്ക് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വൈഫിന് പഠിപ്പിക്കുന്നതാണ് താല്പര്യം. അപ്പോൾ ഞങ്ങളിങ്ങനെ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരുന്നു, കുറച്ച് നേരത്തേക്ക് ഒരു പാർട്ട് ടൈം ജോലി അവൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിലെന്ന് വൈഫിനൊരു ആഗ്രഹമായിരുന്നു. അപ്പോൾ ഞാൻ നിയോഗം എഴുതി വെച്ചു. അപ്പോൾ ഞങ്ങളുടെ നിയോഗം എഴുതി അടുത്ത ടൈം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 2 മാസം 1 മാസം എടുത്തില്ല, 1 മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവിടെ അടുത്തുള്ള ഏജൻസിയിൽ നിന്ന്
ഞങ്ങൾ അപ്ലൈ ചെയ്യാറൊക്കെ ഉണ്ട് ഇങ്ങനെ കിട്ടാനായിട്ട്, പക്ഷെ ഒന്നും വിളിക്കാറൊന്നുമില്ല. ഒരു മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പോലും അറിയില്ല, വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു കോളേജിൽ പഠിപ്പിക്കാൻ ഒരു വേക്കൻസി ഉണ്ട് ഇത്ര സമയത്തേക്ക്, നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? അപ്പം ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ നോക്കട്ടെ ആലോചിക്കട്ടെ എന്ന് പറഞ്ഞ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പറഞ്ഞു ഇന്ന സമയത്ത് കഴിയും, ഇന്ന സമയത്താണ് പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അവർ പറഞ്ഞു ഓക്കെ ആ സമയത്ത് തന്നെ പഠിപ്പിക്കാം. അങ്ങനെ വലിയൊരു അനുഗ്രഹം. ആ ഒരു ഇതോടുകൂടി ആ ഒരു പഠിപ്പിക്കാനുള്ള ഇതോടുകൂടി മാതാവ് ഒരു ചെറിയൊരു പാർട്ട് ടൈം ഒരു 10 മണിക്കൂർ അങ്ങനെ ഒരു സമയത്തേക്ക് അവൾക്കത് സൗകര്യം ചെയ്തു കൊടുത്തു. ഭയങ്കര ആഗ്രഹമായിരുന്നു ഈ പഠിപ്പിക്കുന്ന ഒരു ഫീൽഡ് മാറിപ്പോകുന്നതിൻ്റെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെ മാതാവ് അതും അനുഗ്രഹിച്ച് തന്നു. അങ്ങനെ ഒത്തിരിയധികം കാര്യങ്ങൾ ഞങ്ങൾക്ക് അനുഗ്രഹിച്ച് തന്ന. അതുകൂടാണ്ട് മോൾക്ക് ഞങ്ങൾ വരുന്നതിന് തൊട്ട് മുമ്പ് അതിഭയങ്കരമായി പനി വന്നു. പനി സാധാരണ വരാറില്ലാത്തതാണ്, വന്നു. ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ യൂറിൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു വേറെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷേ ഒരു പ്രോട്ടീൻ്റെ കണ്ടൻറ്റ് കുറച്ച് കൂടുതലുണ്ട് എന്നിങ്ങനെ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്കതൊരു എന്താണെന്നറിയില്ല. അപ്പോൾ ഡോക്ടറിന് വേറെ കുഴപ്പമൊന്നുമില്ല, പിള്ളേരിലുള്ളതാണ്, പനിയൊക്കെ വരുമ്പോൾ ഉള്ളതാണെങ്കിലും നമുക്കൊരു 2 ആഴ്ച കഴിയുമ്പോൾ ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഒന്നുകൂടെ ചെക്ക് ചെയ്യാൻ ഞങ്ങൾ കൊടുത്തു കഴിഞ്ഞിട്ട് 1 ആഴ്ച കഴിയും റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഒന്നുകൂടെ ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് കമ്പയർ ചെയ്യാൻ വേണ്ടി 2 ആഴ്ച കഴിയുമ്പോൾ വീണ്ടും ഒന്നുകൂടെ ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. 2 ആഴ്ച കഴിഞ്ഞ് ഒന്നുകൂടെ ഞങ്ങൾ ചെക്ക് ചെയ്യാനായിട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് 1 ആഴ്ച കഴിഞ്ഞപ്പോൾ വിളിച്ച് പറഞ്ഞു നിങ്ങൾക്കിങ്ങനെ ഫെബ്രുവരി 26-ാം തീയതി അപ്പോയിൻമെൻറ്റ് വരാൻ ഡോക്ടർ വിളിക്കും, അതിൻ്റെ റിസൾട്ട് പറയാനായിട്ടാണ് എന്ന് പറഞ്ഞു. അപ്പോൾ സാധാരണ എന്തെങ്കിലും ഇത് കുഴപ്പങ്ങളുണ്ടെങ്കിൽ അവർ നേരിട്ട് അടുത്ത ടെസ്റ്റ് എന്തെങ്കിലും ചെയ്യാനേ പറയുള്ളൂ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളിങ്ങനെ 26-ാം തീയതി ഞങ്ങൾ നാട്ടിൽ പോയിട്ട് വരുവുള്ളൂ. അപ്പോൾ പറഞ്ഞു ഓക്കെ മാർച്ച് 5-ലേക്ക് മാറ്റാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ നെറ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പറഞ്ഞു എന്തെങ്കിലും പ്രോബ്ലംസൊക്കെ ഉണ്ടെങ്കിൽ അവർ നേരെ നമ്മളെ വിളിച്ച് അടുത്ത ടെസ്റ്റ് നടത്താൻ പറയുള്ളൂ, അല്ലാണ്ട് ഇങ്ങനെ പറയില്ല. എങ്കിലും ഞങ്ങളിവിടെ വന്ന് ഇവിടുത്തെ എല്ലാം ചെക്ക് ചെയ്തു, ഒരു കുഴപ്പമില്ല, എല്ലാം നോർമലാണ്. അങ്ങനെ വേറെ ഇതിൻ്റെയൊക്കെ കുഴപ്പങ്ങളോ പനിയുടേതായ ഇൻഫെക്ഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അങ്ങനെ വലിയൊരു അനുഗ്രഹം. അത് മാതാവിനോട് ഞങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു, ഒരു ഇതില്ല, മാതാവിൻ്റെ തൈലം എന്നും വയറ്റത്ത് പരട്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ എപ്പോഴും വൈഫ് പ്രാർത്ഥിക്കുന്ന മാതാവിൻ്റെ നീലാംഗിയിൽ പൊതിഞ്ഞ് സംരക്ഷിക്കണമെന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ മാതാവ് എപ്പോഴും ഞങ്ങളുടെ എല്ലാവരുടെയും കൂടെ മാതാവുണ്ട് എല്ലാ കാര്യത്തിനും. പിന്നെ ഞങ്ങൾ വന്നപ്പോൾ പെങ്ങൾ വിദേശത്താണ്. അപ്പോൾ ഞങ്ങൾ കണ്ടിട്ട് തന്നെ എൻ്റെ മകളെ അവൾ കണ്ടിട്ടില്ല, അതിൻ്റെ പെങ്ങളുടെ കുഞ്ഞുങ്ങളെ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു, വരാൻ സാധിച്ചു. അതാണ് അത്രയും അനുഗ്രഹങ്ങൾ ചെയ്തു തന്ന അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. My name is Savena and Sijo. I got 3 role models in a row. First one is for being good at math. Second one is for being kind to others, and the third one is for helping others. I prayed to Mother Mary, and when she gave me the role model, thank you Jesus Christ and Mother Mary. Ave Maria. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 44-ാം അധ്യായം 3 മുതൽ 4 വരെയുള്ള തിരുവചനങ്ങൾ. വരണ്ട ഭൂമിയിൽ ജലവും ഉണങ്ങിയ നിലത്തരുവികളും ഞാൻ ഒഴുക്കും. നിന്റെ സന്തതികളുടെ മേൽ എൻ്റെ ആത്മാവും നിന്റെ മക്കളുടെ മേൽ എൻ്റെ അനുഗ്രഹവും ഞാൻ വർഷിക്കും. ജലത്തിൽ സസ്യങ്ങളും നദീതീരത്ത് അലരികളും പോലെ അവർ തഴച്ചു വളരും. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ സിജോ, ഷിക എന്നീ കുടുംബം അവരുടെ കുഞ്ഞിനോടൊപ്പം വന്ന് വലിയ പ്രത്യക്ഷീകരണ സാക്ഷ്യം നൽകുന്നതാണ്. ഇവർക്ക് UK-യിൽ വെച്ച് ഒരു സ്റ്റുഡൻസ് വിസയായിട്ടാണ് അവർ UK-യിൽ പോയത്. അവിടെ ചെന്നപ്പോൾ എല്ലാം കാഷ്വലായി തോന്നുന്ന ഒരുപാട് കാര്യങ്ങളാണ് ഇവരുടെ ജീവിതത്തിൽ. ഇവർക്കുള്ളൊരു വീട്, ഇവരുടെ ജോലി, 2 പേരുടെയും കുഞ്ഞിൻ്റെ പഠനം, അവർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ, അവർക്ക് വിസ റിന്യൂ ചെയ്യാനുള്ളത് എല്ലാം വളരെ പെട്ടെന്ന് സമയച്ചുരുക്കത്തിൻ്റെ അമ്മ. ഇവർക്ക് യാതൊരു മെറിറ്റുമില്ലാതെ പലരും അവരെ പറ്റിച്ചെങ്കിലും സമയാസമയങ്ങളിൽ സമയം വൈകുന്നതിന് മുൻപ് സമയച്ചുരുക്കത്തിൻ്റെ അമ്മ അവർക്ക് എല്ലാം ഈശോയിൽ നിന്ന് പ്രാപിച്ചു കൊടുത്ത ഒരു വലിയ സാക്ഷ്യമാണ്. ഇതൊന്നും ഒരു ബൈ ചാൻസ് നടക്കുന്നതല്ല. കാരണം ഇതെല്ലാം ഉടമ്പടിയിലൂടെ വിശ്വസ്തതാപൂർവ്വം മുന്നേറുമ്പോൾ മാതാവ് തന്നെ അദ്ദേഹത്തിൻ്റെ സിജോയുടെ മുൻപിൽ 2 തവണ പ്രത്യക്ഷപ്പെട്ട ഒരു വലിയ അനുഭവം. അതുപോലെ അവർക്ക് ഇവിടെ വന്നപ്പോഴും പല പ്രാവശ്യം 2 പ്രാവശ്യം അവർക്ക് സുഗന്ധാഭിഷേകം ഉണ്ടായി എന്ന് സാക്ഷ്യപ്പെടുത്തിയിരുന്നു. കുഞ്ഞിനെ സ്കൂളിലെ റോൾ മോഡലാകാനുള്ള 3 മാസത്തിനകം ഇവിടെ നിന്ന് അവർ ചെന്ന്
UK ചെന്ന് 3 മാസത്തിനകം റോൾ മോഡലാകാനുള്ള ഒരു വലിയ സൗഭാഗ്യം. അത് കഴിഞ്ഞ് സ്കൂളിൽ മൊത്തം UK ആ കുഞ്ഞിനെ സ്കൂളിൻ്റെ തന്നെ ക്ലാസ്സിൽ ഡിവിഷനിൽ റോൾ മോഡലാകാനുള്ള ഇയർ എൻഡിങ് റെക്കഗ്നിഷൻ അവാർഡ് ആ കുഞ്ഞിന് ലഭിച്ചു. ഇങ്ങനെ ക്രിസ്തു സത്യമാണെന്നും ക്രിസ്തു എന്നും ജീവിച്ചിരിക്കുന്നെന്നും വിശുദ്ധ കുർബാനയിൽ അവിടുന്ന് എന്നും ശരീരവും രക്തവുമായി നമ്മുടെ നാവിൽ അലിയുന്നു എന്നുള്ള ഒരു വലിയ യാഥാർത്ഥ്യം അവരുടെ ജീവിതാനുഭവങ്ങളിലൂടെ അവർ ഇന്ന് വായിച്ചെടുക്കുകയും മനസ്സിലാക്കുകയുമാണ്. നാം ഓരോരുത്തരുടെയും ജീവിതത്തിൽ പരിശുദ്ധ അമ്മ ഇടപെടുന്നതിനും നമ്മുടെ സങ്കടങ്ങളെല്ലാം അമ്മ കാണുകയും ഈശോയ്ക്ക് ഏൽപ്പിക്കുകയും ചെയ്യുന്നതിന് നമുക്ക് നന്ദി പറയാം. സിജോയുടെയും ഷിഖയുടെയും കുടുംബത്തിൻ്റെയും നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ല ഒരു കയ്യടി നൽകി ഈ സാക്ഷി നമുക്ക്